നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയുടെ ഏറ്റവും വലിയ കാതലായ വിഷയത്തിലെ കളങ്കമാണ് ചർച്ച ചെയ്യേണ്ടത്. വോട്ടിംഗ് മെഷീൻ മാറി പഴയ ബാലറ്റിലേക്ക് തിരികെ പോകണമെന്ന ആവശ്യം പ്രതിപക്ഷ കക്ഷികളടക്കം ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു സൈബർ വിദഗ്ധന്റെ ഗുരുതര ആരോപണം പുറത്തുവരുന്നത്. വിവിപാറ്റ് സംവിധാനം മാത്രമല്ല, എണ്ണിത്തിട്ടപ്പെടുത്തുന്നതിലും സുതാര്യതകൾ ആവശ്യമായി വരുന്നു. കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്ന യുക്തിരാഹിത്യങ്ങൾ ഉണ്ടാവാം, ശരിയാണെന്ന് തോന്നിക്കുന്ന യുക്തികളും ഈ ആരോപണത്തിലുണ്ടാകാം. പക്ഷേ ജനതയുടെ വിശ്വാസമാണ് പ്രധാനം. മനുഷ്യകരങ്ങൾ ഇല്ലാത്ത ഇലക്ട്രോണിക്കുകളെ ആശ്രയിക്കുന്നതിന് ഈ നിമിഷം പരിമിതമാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. സംവിധാനം നല്ലതുപോലെ ഓടിയിട്ട് കാര്യമില്ല, സമ്മതിദായകരെ അത് ബോധ്യപ്പെടുത്തുക കൂടി വേണം. ക്രമക്കേടിന്റെ ഗുണഭോക്താക്കൾ ജനാധിപത്യത്തെ വകവയ്ക്കാത്തവരാകുമ്പോൾ ആശങ്ക വർദ്ധിക്കുക സ്വാഭാവികമാണ്. ഈ ഘട്ടത്തിൽ ന്യൂസ് ആൻഡ് വ്യൂസ് ഉയർത്തുന്ന ചോദ്യങ്ങൾ ഇതാണ്. വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുമ്പോൾ EVM-ൽ ഇനി എന്ത്? ഗൗരി ലങ്കേഷും മുണ്ടയും തൻസീൽ അഹമ്മദും കൊല്ലപ്പെട്ടതിന് എന്തൊക്കെ അന്വേഷണം വേണം? തീർച്ചയായും ഇന്ന് നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുക ശ്രീ സമ്പത്ത് MP, സുധാകരൻ IAS, BSP വക്താവ്, M ജയചന്ദ്രൻ മാധ്യമപ്രവർത്തകൻ, ഹസനുൽ ബന്ന മാധ്യമപ്രവർത്തകൻ, ഒപ്പം അനിൽ ബോസ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ടെലിഫോൺ ലൈനിലും ചേരും. ഒരു ഇടവേളയ്ക്ക് ശ്രീ സമ്പത്ത് MP-യിലേക്ക്. ശ്രീ സമ്പത്ത് MP, അതായത് വളരെ ഗൗരവവും ഗുരുതരവുമായ ആരോപണം. ഈ ആരോപണം ഏറ്റവും പ്രസക്തമാകുന്നത് ഇതിനു മുമ്പ് പ്രതിപക്ഷ പാർട്ടികളടക്കം ഈ ഇലക്ട്രോണിക് മെഷീനെ സംബന്ധിച്ച് പരാതി ഉയർത്തിയതാണ്. വലിയ സാങ്കേതിക മികവിൽ മികച്ചു നിൽക്കുന്ന രാജ്യങ്ങൾ പോലും അവരുടെ സമ്മതിദായകരുടെ അവകാശം രേഖപ്പെടുത്താൻ ഈ ഇലക്ട്രോണിക് സാധ്യതകൾ ഉപയോഗിക്കാറില്ല. ഇത്യാദി യുക്തികൾ വെച്ചിട്ട് വല്ലാതെ പ്രചരിക്കപ്പെട്ടതും ആരോപിക്കപ്പെട്ടതുമായൊരു വിഷയമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നലെ ഒരു സൈബർ വിദഗ്ധൻ ഇത്തരത്തിൽ വെളിപ്പെടുത്തുന്നത്. അതിൻ്റെ വിശ്വാസ്യതയും അതിൻ്റെ ശാസ്ത്രീയതയും അതിൻ്റെ യുക്തിരാഹിത്യവും യുക്തിയും ഒക്കെ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഇത് ഏത് തരത്തിലാണ് രാജ്യം സമീപിക്കേണ്ടത്? കാരണം ഇതിൻ്റെ ഗുണഭോക്താക്കളായത് BJP മാത്രമാണ്. അവർ ആരോപിക്കുന്ന റിലയൻസ് അടക്കമുള്ളവരുടെ വലിയ പങ്ക് രാജ്യത്ത് ഇന്ന് പ്രധാനപ്പെട്ട പത്രങ്ങളിലൊക്കെ ഈ സമ്പത്ത് കൈയാളുന്ന ചെറുന്യൂനപക്ഷത്തെ സംബന്ധിച്ച് വലിയ വാർത്തയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇതെങ്ങനെയാണ് രാജ്യം ചർച്ച ചെയ്യേണ്ടത്? ഒരു പൗരൻ്റെ അവകാശമാണ് വോട്ട്. ഒരാൾക്കൊരു വോട്ട് എന്നുള്ളതാണ്. എത്ര സമ്പന്നനായിരുന്നാലും ഉന്നത കുലജാതരാണെന്ന് അവകാശപ്പെട്ടിരുന്നാലും പഴയ നാടുവാഴികളാണെന്ന് അങ്ങനെ പറഞ്ഞിരുന്നാലും ഒരു സാധാരണ തെരുവിൽ ജീവിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യന് തുല്യം തന്നെയാണ് പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്യുമ്പോൾ ഒരാൾക്ക് ഒരു വോട്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനെതിരായി പോലും വാസ്തവത്തിൽ വലിയ ഈ പ്രചരണങ്ങളും ഈ ചില പഠിപ്പിക്കലുകളും അതിനൊക്കെ അവർ പറയുന്ന ചില പദപ്രയോഗങ്ങളെല്ലാം ഈ എഡ്യൂക്കേറ്റിംഗ് ദ പീപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ്. ഈ പരസ്യങ്ങൾ പോലും മുമ്പ് അറിയാമല്ലോ, വലിയ എൻറോൺ കോർപ്പറേഷൻ അവരെല്ലാം കൊടുത്തിട്ടുള്ള എൻറോൺ കോർപ്പറേഷൻ താബോൾ പവർ പ്രോജക്റ്റിൻ്റെ കാര്യത്തിലെല്ലാം ചിലവഴിച്ചത്. അങ്ങനെയുള്ള പരിശ്രമങ്ങൾ ഇവർ നടത്താറുണ്ട്. ഇവിടെ ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ അപാകതകൾ വന്നിട്ടുണ്ട് എങ്കിൽ ആ അപാകതകൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. CPIM-ൻ്റെ നിലപാട് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ പൂർണ്ണമായ നിലയിൽ കുറ്റമറ്റതായിരിക്കണം. അത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉടവായിട്ടുണ്ട് എങ്കിൽ ആ സംശയങ്ങൾ പൂർണ്ണമായി ദൂരീകരിക്കണം. കാരണം വോട്ട് ചെയ്യുന്ന ആളിനെ, വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, വോട്ടറെ സംബന്ധിച്ചിടത്തോളം തൻ്റെ വോട്ട് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടു എന്നും അത് എണ്ണപ്പെട്ടു എന്നുമുള്ള ഉറപ്പ് ആ വ്യക്തിക്ക് ലഭിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയ പൂർത്തിയാകുന്നത് അവസാനം വോട്ട് എണ്ണുന്ന കൗണ്ടിംഗ് ടേബിളിൽ വോട്ടെണ്ണി ഫലപ്രഖ്യാപനം വരെയുള്ള സമയത്താണ്. ആ കൗണ്ടിംഗ് ടേബിളിൽ അത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെയോ അവിടുത്തെ സ്ഥാനാർത്ഥികളുടെയോ ഏജന്റുമാരില്ല എങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ അവർ പൂർണ്ണമായി ഇല്ല എന്നുള്ള അർത്ഥം തന്നെ അവിടെ ഉണ്ടാവുകയാണ്. ഇവിടെ CPIM എടുത്തിട്ടുള്ള നിലപാട് നേരത്തെയും ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഈ എല്ലാ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലും VVPAT സംവിധാനം വേണം.
ഒരു വോട്ടർ വന്ന് വോട്ട് ചെയ്യുമ്പോൾ ഏത് സ്ഥാനാർത്ഥിക്കാണ് ഏത് ചിഹ്നത്തിലാണ് താൻ വോട്ട് ചെയ്തത് എന്നുള്ളത് അവിടെ ആ പതിപ്പിക്കപ്പെടുന്ന വീഴുന്നതായ സ്ലിപ്പ് കണ്ട് ആ സ്ലിപ്പ് സാധാരണ നിരക്ഷരരായിട്ടുള്ള ആളുകൾക്ക് പോലും നോക്കി മനസ്സിലാക്കാൻ കഴിയുന്ന പര്യാപ്തമായ സമയം കൊടുക്കണം. അല്ലാതെ 8 സെക്കൻഡ് 11 സെക്കൻഡ് എന്ന് പറയുന്നത് കൊണ്ട് കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലൊന്നും പോയാൽ അത് പറ്റില്ല. അത് അവർക്ക് ബോധ്യപ്പെടാനായി കഴിയണം. അക്കാര്യത്തിൽ സംശയാതീതമാവണം. മറ്റൊരു കാര്യം, ഈ വിവിപാറ്റിൽ ഈ വോട്ട് ചെയ്തിട്ടുള്ളത്, ഇവിടെ ഒരു ചോദ്യം വേണമെങ്കിൽ വരാം, ഇവിടെ പതിപ്പിക്കപ്പെടുന്നതൊന്നും ഇതിൻ്റെ ഈ യൂണിറ്റുകളിൽ നിന്ന് പോകുന്നത് മറ്റൊന്നും ആയിക്കൂടെ എന്നുള്ളത് വേണമെങ്കിൽ ഒരു ചോദ്യം വരാം. CPM ഇതിനെ സംബന്ധിച്ച് പറഞ്ഞത് റാൻഡമായിട്ട് തന്നെ അത്തരം കാര്യത്തിൽ അതിനൊരു ധാരണ റാൻഡമായിട്ട് തന്നെ വളരെ പെട്ടെന്ന് അവിടെ വെച്ച് തീരുമാനിക്കപ്പെടുന്ന നിലയിൽ ഏജന്റുമാർ തന്നെ, കൗണ്ടിംഗ് ഏജന്റുമാരും അതുപോലെ ഈ നേരത്തെ പോളിംഗ് ഏജന്റുമാരുമായിട്ടുള്ള ആളുകളെല്ലാം ഉണ്ടാവുമല്ലോ, അവർക്ക് ട്രെയിനിങ് എല്ലാം കൊടുക്കുക ഈ സ്ഥാനാർത്ഥികളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ചുമതലയുമാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും കടമകളിൽപ്പെടുന്നതാണ്. അങ്ങനെ റാൻഡമായിട്ട് ഇത് പരിശോധിക്കുകയും വേണം. എത്ര വോട്ട് പോൾ ചെയ്തു, ഇവിടെ വിവിപാറ്റിൽ ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ഓരോ സ്ഥാനാർത്ഥിക്കും രേഖപ്പെടുത്തപ്പെട്ട വോട്ടെത്ര, ഈ മെഷീനിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള വോട്ടെത്ര, അങ്ങനെ റാൻഡമായിട്ട് നമുക്ക് എടുക്കാൻ കഴിയുന്നതായിട്ടുള്ളൊരു കാര്യം. ഇങ്ങനെ ചില കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറയുകയുണ്ടായി. ചില രാഷ്ട്രീയ പാർട്ടികൾ ഈ പഴയ കാലത്തിലെ ബാലറ്റ് സമ്പ്രദായത്തിലേക്ക് പൂർണ്ണമായി തിരിച്ചു പോകണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ആ നിലപാട് എന്തായാലും CPM എടുത്തിട്ടില്ല. ഞങ്ങൾക്ക് അതിനോട് വിയോജിപ്പ് എന്നല്ല പറഞ്ഞത്, ഞങ്ങൾ അങ്ങനെ ഒരു നിലപാടല്ല എടുത്തിട്ടുള്ളത്. BJPയെ സംബന്ധിച്ച് അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇതിലാണ് വിശ്വാസം, വിവിപാറ്റും വേണ്ട, ഈ ഇലക്ട്രോണിക് വോട്ട് യന്ത്രം മാത്രം മതി. അപ്പോൾ അതിനാണ് ഒരു തമാശയായി നേരത്തെ പറഞ്ഞത്. പാർലമെന്റിലാണ് ആദ്യം അത് വന്നത്, പിന്നീട് പുറത്തേക്ക് വരികയുണ്ടായി. ഭാഗ്യം കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ ഇലക്ട്രോണിക് വോട്ട് യന്ത്രം ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ അമിത്ഷാ ആയിരുന്നേനെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്നൊരു തമാശ വന്നത്. അപ്പോൾ അത്തരത്തിൽ ഞാനതൊരു തമാശ എന്ന് പറയുമ്പോഴും അത് വളരെ സീരിയസ് ആണെന്നുള്ള കാര്യം ഓർക്കണം. നിങ്ങൾ ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്തുകൊള്ളുക, ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജയിക്കുന്നു എന്നുള്ള നിലയിലേക്ക് അതല്ല ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഉണ്ടാകേണ്ടത്. ദർ ഷുഡ് ബി ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്നുള്ളതും ആ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ആണ് എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും വേണം എന്നുള്ളത്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൂടി പ്രധാനപ്പെട്ട ചുമതലയാണ്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണമായി നിഷ്പക്ഷമായും സുതാര്യമായും സത്യസന്ധമായും പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിച്ചു എന്ന് ഈ രാജ്യത്തെ ബോധ്യപ്പെടുത്തുക കൂടി വേണം. ശ്രീ അനിൽ ബോസ്, കോൺഗ്രസ് വക്താവ്, അതായത് ഈ നാട്ടിൽ സാധാരണഗതിയിൽ പറയുന്ന ഏറ്റവും ചെറിയ പാർട്ടി മുതൽ ഏറ്റവും വലിയ പാർട്ടി വരെ എല്ലാവർക്കും, എന്തിന് ഓരോ പൗരനും ആശങ്കപ്പെടേണ്ട ഒരു വാർത്തയാണിത്. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയോ അധികാരം കൈയാളാൻ പ്രതിപക്ഷത്തിരിക്കാൻ യോഗ്യമുള്ളതോ അല്ലെങ്കിൽ ഭരണപക്ഷത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടിക്കോ അല്ല. കാരണം ആർക്കൊക്കെ ആരാണ് വോട്ട് ചെയ്യുന്നത് എന്നത് അട്ടിമറിക്കപ്പെടുകയാണ്. ഇവിടെ ഈ സയ്യിദ് ഷുജ എന്ന സൈബർ വിദഗ്ധൻ പറഞ്ഞ ഒരു കാര്യം, കോൺഗ്രസിന് നഷ്ടമായത് 201 സീറ്റുകൾ വരെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്നതാണ്. ഈ ക്രമക്കേടിന്റെ ആഴത്തെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കോൺഗ്രസ് പ്രതികരിക്കുകയും ചെയ്യും. ഇതിന്റെ ഗുണഭോക്താക്കൾ മോഡിയാണ് എന്ന അർത്ഥത്തിൽ രാജ്യം ചർച്ച ചെയ്യുകയും ചെയ്യുന്നു, നാം കാണുന്നതാണ്. ഇവിടെ റിലയൻസ് അടക്കമുള്ള അതിസമ്പന്നർ ഇത്തരം ക്രമക്കേടിൽ പങ്കാളിയായിട്ടുണ്ടെന്നാണ് ഈ സൈബർ വിദഗ്ധൻ പറയുന്നത്. ഈ നാടിന്റെ ഇപ്പോഴത്തെ സമ്പദ് വ്യവസ്ഥയുടെ കയ്യാളൽ പരിശോധിക്കുമ്പോൾ ഇതിനൊക്കെ സാധ്യതയുണ്ട് എന്ന് ആർക്കും തോന്നാം സംശയം. പക്ഷേ സംശയങ്ങളോ ആശങ്കകളോ അല്ല ഈ വിഷയത്തിൽ വേണ്ടത്, വസ്തുതാപരമായ ഒരു കാര്യമാണ്. ഇതേ സംബന്ധിച്ച് കോൺഗ്രസിന്റെ നിലപാട്, കാരണം BJP ഇത് വിദേശ കൈയാണെന്നും ആശിഷ് റേ എന്ന ഈ പരിപാടി സംഘടിപ്പിച്ച സംഘടനയുടെ അധ്യക്ഷനായ ആശിഷ് റേ കോൺഗ്രസ്സുകാരനാണെന്നും ഒക്കെയുള്ള ആരോപണങ്ങൾ BJP ഇതിനകം തന്നെ ഉന്നയിച്ചു കഴിഞ്ഞു. ശ്രീ അനിൽ ബോസ്. ശ്രീ അജിംഷാദ്, BJP ഏത് വിഷയത്തെയും അവർക്ക് അനുകൂലമായി സൈബർ മീഡിയ വഴിയും അല്ലാതെയും ഒക്കെ ഉപയോഗിക്കുക അവരുടെ ഒരു സ്ഥിരം തന്ത്രത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അവർ ആരെയും കോൺഗ്രസ് ആക്കും, ആരെയും ഏത് രീതിയിലും വശീകരിക്കാനുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് യാതൊരു മടിയുമില്ലാത്ത ആളുകളാണ് സംഘപരിവാർ സംഘടനകളുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ അടക്കം പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് രാഷ്ട്രീയം ഒന്നും നോക്കേണ്ട കാര്യമില്ല. അവരുടെ ഒരു പൊതു സ്വഭാവം, പൊതു രീതി അതാണ്. കെട്ടിപ്പടുക്കുന്ന ഇമേജിന്റെ അടിസ്ഥാനത്തിലാണ് മോഡി പോലും അധികാരത്തിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഉയർന്നിട്ടുള്ള വിവാദം ഇന്ന് തുടങ്ങുന്നതല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയുടെ അത്യുജ്വല വിജയം ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറഞ്ഞത് ഒരു കോൺഗ്രസുകാരനുമല്ല. BJPയുടെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ നിതിൻ ഗഡ്കരി, ഇന്നത്തെ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയാണ് പറഞ്ഞത്. ഞങ്ങൾ ആളുകൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ ഒന്നും ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് കരുതിയല്ല കൊടുത്തിട്ടുള്ളത്.
അപ്രതീക്ഷിതമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. എന്ന് പറഞ്ഞാൽ അവർ നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ അവർക്ക് സക്സസ് ആകുമെന്ന് അവർക്ക് പോലും പ്രതീക്ഷയിലായിരുന്നു. അത്യത്ഭുതമെന്ന് പറയട്ടെ, ഇലക്ട്രോണിക് യന്ത്രമടക്കമുള്ള സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങൾ അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് അത് ശരിവെക്കുന്ന തരത്തിൽ സൈബർ വിദഗ്ധന്മാർ രംഗത്ത് വരുന്നു. നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു. ഇവിടെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പരസ്യമായും രഹസ്യമായും വിലയിരുത്തുകയും ചർച്ച ചെയ്യുകയും അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ കോടതിയിൽ ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമീപിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഗുജറാത്ത് ഇലക്ഷനിൽ വോട്ടർ പട്ടിക EVM മെഷീനുമായി ഉണ്ടായ അപാകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടുത്തെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള രജപുത്ത് സുപ്രീം കോടതിയെ സമീപിക്കുകയും കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവും പ്രഗത്ഭനായ അഭിഭാഷകനുമായ അഭിഷേക് സിംഗ്വി കോർട്ട് നമ്പർ 1 ചീഫ് ജസ്റ്റിസ് മുമ്പാകെ ഈ വിഷയം അവതരിപ്പിക്കുകയും ദിവസങ്ങൾ നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങൾ നടത്തുകയും ചെയ്തതാണ് ഈ വിഷയത്തിൽ. അന്ന് വിവിപാറ്റ് അടക്കമുള്ള വിഷയങ്ങൾ ഉയർന്നു വരികയും അത് ഓരോ മണ്ഡലങ്ങളിലും അതിനാവശ്യമായ പരീക്ഷകൾ നടത്താമെന്ന് പറഞ്ഞപ്പോൾ അതിൽ പോലും സംശയമുണ്ട് എന്ന് ഉന്നയിച്ചപ്പോൾ പറഞ്ഞത് ഇലക്ഷൻ ചട്ടത്തിൽ തന്നെ ഒരു പരിഷ്കരണം ആവശ്യമുള്ള ഒരു വിഷയമാണെന്നും ഇത് ലോകരാജ്യങ്ങൾ പോലും ഇലക്ട്രോണിക് മെഷീനിൽ നിന്ന് തിരിച്ച് ബാലറ്റിലേക്ക് മടങ്ങിയിരിക്കുന്നുവെന്നും അത്തരമൊരു സാഹചര്യം നിലനിൽക്കെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ അതിനെക്കുറിച്ചൊരു പൊതു സമവായം ഉണ്ടാക്കണമെന്നും ചീഫ് ജസ്റ്റിസ് അന്ന് പറയുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ആ നടപടിക്രമങ്ങൾ തുടർന്ന് സുപ്രീം കോടതി തന്നെ, പ്രത്യേകിച്ച് സുപ്രീം കോടതിയുടെ അഡ്വക്കേറ്റ് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യ എല്ലാ നിയമങ്ങൾ സംബന്ധിച്ചും നയങ്ങൾ സംബന്ധിച്ചും കാലാകാലങ്ങളിൽ സെമിനാറുകൾ നടത്തി റെസൊല്യൂഷൻസ് എടുത്ത് ഗവൺമെന്റിന് സമർപ്പിക്കാറുണ്ട്, മാർഗരേഖകളായി സമർപ്പിക്കാറുണ്ട്. ആ നിലയിൽ ഈ തെരഞ്ഞെടുപ്പ് ചട്ട പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള വിവിധ സെഷനുകൾ ഈ കഴിഞ്ഞ വർഷം തന്നെ നടന്നിട്ടുള്ളതാണ്. ഞാൻ അതിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ സ്വാഭാവികമായും വളരെ കൃത്യമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നമ്മൾ എല്ലാവരും നമ്മുടെ മനസ്സിൽ കരുതുന്ന സംശയം ശരിവെക്കുന്ന തരത്തിലുള്ള വളരെ ഞെട്ടിപ്പിക്കുന്ന പ്രതികരണമാണ് ഇപ്പോൾ സുജയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം കോൺഗ്രസുകാരനാണെന്നോ അല്ലെ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം പങ്കെടുത്ത പരിപാടി സംഘടിപ്പിച്ചത് കോൺഗ്രസുകാരാണെന്നോ അത് വിദേശ കൈയാണെന്നോ പങ്കാളിത്തമാണെന്നോ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. മറ്റൊന്ന്, ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇതിന് കൂട്ടുനിന്നു എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇതിനാവശ്യമായ കപിൽ സിബൽ വിശദീകരണമൊക്കെ നൽകിയിട്ടുണ്ടാകാം. പക്ഷെ കപിൽ സിബൽ മാത്രമാണ് അവിടെ പങ്കെടുത്തത്, ബാക്കിയുള്ളവരെ ക്ഷണിച്ചിരുന്നു. കപിൽ സിബൽ അതിന്റെ ഇമെയിൽ, അവർ ക്ഷണിച്ച ഇമെയിൽ അടക്കമുള്ളവ നൽകിയിട്ടുണ്ട്, പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ. അതൊക്കെ ശരിയാണ്. പക്ഷേ കപിൽ സിബൽ മാത്രമാണ് അവിടെ പങ്കെടുത്തത്. അപ്പോൾ ഈ ഒരു ആരോപണത്തിന്റെ ഗുണഭോക്താക്കൾ കോൺഗ്രസ് ആണ് എന്ന തരത്തിലേക്കും ചർച്ചയുണ്ട്. അതിനെയാണ് BJP ഒരു പക്ഷേ ഒരു പ്രചരണ തന്ത്രമായും ഉപയോഗിക്കാൻ പോകുന്നത്. കാരണം വിദേശ കൈ എന്ന ഇടപെടൽ നമുക്കറിയാം. ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ പാകിസ്ഥാനെ പറഞ്ഞതും മൻമോഹൻ സിംഗിനെ വരെ ചാരനാക്കി പറഞ്ഞതും അവിടെ കോൺഗ്രസ് കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. അജിം ഷാദെ, ഇന്ന് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതി എന്ന് പറയുന്നത് റാഫേൽ അഴിമതിയാണ്. ആ അഴിമതി ആർക്ക് വേണ്ടിയാണ് ഇന്ത്യ ഗവൺമെന്റ് അതിന്റെ നേതൃത്വം വഹിക്കുന്ന നരേന്ദ്രമോദി ചെയ്തിട്ടുള്ളതെന്ന് പകൽ പോലെ സത്യമാണ്. അത് സംബന്ധിച്ച് അദ്ദേഹം ഒരു ഔദ്യോഗികമായി പത്രസമ്മേളനം നടത്തി. പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഒരു നേരം ഇരുന്നു കൊടുക്കാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ടോ? ഇന്ത്യൻ പാർലമെന്റിൽ കൃത്യമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ടോ? അത് മാത്രമല്ല, ജിയോ യൂണിവേഴ്സിറ്റി ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റിലയൻസിന് വേണ്ടി യൂണിവേഴ്സിറ്റി കൊടുക്കാൻ വേണ്ടി ഈ കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് നീക്കിവെച്ചത് കോടാനുകോടി രൂപ? അപ്പൊ റാഫേലിൽ ഉയർന്നു വരുന്ന അഴിമതി ആരോപണങ്ങളും ജിയോ യൂണിവേഴ്സിറ്റി അടക്കമുള്ള കൂട്ടുകച്ചവടവും കാണുമ്പോൾ വളരെ കൃത്യമാണ്. അത്യപൂർവമെന്നും അത്യത്ഭുതമെന്നും വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ ഒരിക്കൽ പോലും ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഗവൺമെന്റ് ഞങ്ങൾക്ക് കിട്ടിയെന്ന് അവകാശപ്പെടുന്ന ഗഡ്കരി അടക്കമുള്ള ആളുകൾ അത് പറയുമ്പോൾ അതിന് അവസരമൊരുക്കിയ റിലയൻസിനോടുള്ള പ്രത്യുപകാരമായിട്ടാണ് ഇത്തരം പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ വ്യാപകമായി കേവലം ഒരു രാഷ്ട്രീയ ആരോപണത്തിനപ്പുറം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇത് സ്വാഭാവികമായും BJP ഗവൺമെന്റിനെതിരായി ഉണ്ടാകുന്ന വികാരങ്ങൾ കോൺഗ്രസിന് മാത്രമല്ല CPM-നും ഇന്ത്യയിലെ മറ്റു ചില സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാം ഗുണമുണ്ടാകുന്നതാണ്. അതിനാരൊക്കെ തർക്കം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ പ്രതിഷേധം ഉയരുന്നതോ അവർ ചെയ്ത കള്ളത്തരം കണ്ടുപിടിക്കുമ്പോഴോ ഉയർന്നു വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഗുണമുണ്ടാകും. അതുകൊണ്ട് തങ്ങൾ ചെയ്ത തെറ്റുകൾ പുറത്തു വരുമ്പോൾ അതെല്ലാം എന്തിന് ഗോപിനാഥ് മുണ്ടേ അതിലേക്ക് നമുക്ക് എത്താം അനിൽ ബോസ്. ശ്രീ BSP സ്റ്റേറ്റ് പ്രസിഡന്റ് കൂടിയായ ശ്രീ സുധാകരൻ IAS, അതായത്
ഈ മായാവതിയും താങ്കളും അടക്കം പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളിലും പറഞ്ഞൊരു കാര്യമാണ്. ആദ്യം പാർശ്വവൽകൃത ജനതയെ മന്ത്രം വഴി തോൽപ്പിച്ചു, പിന്നീട് തന്ത്രം വഴി ഇപ്പോൾ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഇതാ യന്ത്രം വഴിയും ഞങ്ങളെ തോൽപ്പിച്ചിരിക്കുന്നു എന്ന്. കാരണം ഈ BSP അടക്കമുള്ളവർ AAP ആണെങ്കിൽ, ആം ആദ്മി പാർട്ടി ആണെങ്കിൽ ഇതിനകത്ത് തട്ടിപ്പ് എങ്ങനെ വിശദീകരിക്കാമെന്ന് ദില്ലി നിയമസഭയിൽ അവർ ഡെമോൺസ്ട്രേഷൻ നടത്തി. മീൻസ് അത് അവർ പ്രദർശിപ്പിച്ചു. എങ്ങനെയാണ് തട്ടിപ്പ് നടക്കുന്നതിൻ്റെ സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന സാധ്യതകൾ ഈ ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ അന്നൊക്കെ ഈ കേന്ദ്ര തലത്തിൽ ഏറ്റവും വലിയ പ്രതിഷേധം ഉയർത്തിയ പാർട്ടികളിലൊന്ന് BSP ആണ്, മായാവതിയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് കൂടുതൽ വ്യക്തമാകുന്നതാണോ ഷുജയുടെ ആരോപണം, അതോ കേവലം ഒരു കാടടച്ച് വെടിവെക്കൽ, സംശയം ജനങ്ങളിൽ ഉന്നയിപ്പിക്കാൻ അത് മാത്രമാണോ? കാരണം അതിനകത്ത് ഒരുപാട് കാര്യമുണ്ട്. അതായത് ഈ ഷുജ ഈ ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അയാൾ മുഖം മറച്ചിരുന്നു. അയാളുടെ ക്യാരക്ടർ എന്താണ്, അയാളുടെ സ്വഭാവം എന്താണ്, അയാൾ എന്ത് തരത്തിലുള്ള വിശ്വാസ്യതയാണെന്ന് ബോധ്യപ്പെടുത്തേണ്ടത്. കാരണം ഇന്ത്യയിലെ ജനങ്ങളുടെ സമ്മതിദാനത്തെ മുഴുവനാണ് അദ്ദേഹം ചോദ്യം ചെയ്തിരിക്കുന്നത്. രണ്ട്, പ്രധാനപ്പെട്ടൊരു കാര്യം, ഇങ്ങനെയൊക്കെയാണ് ഇതിൽ കാപട്യം കാണിക്കുന്നത് എന്നൊരു പ്രദർശനം ഈ വീഡിയോ കോൺഫറൻസ് വഴി അദ്ദേഹത്തിന് നടത്താമായിരുന്നു. അത് അദ്ദേഹം നടത്തിയിട്ടില്ല. അതാണ് കാടടച്ച് വെടിവെക്കുന്നു എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞോട് ഞാൻ യോജിക്കുന്നു. ഷാ പറഞ്ഞത് പണ്ട് മന്ത്രമായിരുന്നു. ഇത് താങ്കളുടെ തന്നെ പ്രസംഗത്തിൽ ഞാൻ കേട്ടത്, ഞാൻ കോട്ട് ചെയ്തത്. അല്ല, മന്ത്രം, തന്ത്രം, അത് കഴിഞ്ഞിട്ടാണ് യന്ത്രം. എങ്ങനെയെങ്കിലും അധികാരം. ബാബാ സാഹേബ് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞത്, ഞാൻ നിങ്ങൾക്കൊരു വജ്രായുധം തരുന്നു, ഗോ ആൻഡ് കോൺകർ ദ ടെമ്പിൾ ഓഫ് പവർ. എങ്ങനെയാ? ത്രൂ വോട്ട്സ്. അതാണ് വജ്രായുധം. അതിനാണ് ഇപ്പം നമ്മൾ ഈ ചർച്ച നടക്കുന്നത്. അങ്ങനെ ഇന്നലെ TP സെൻകുമാർ ഇതേ വജ്രായുധത്തെ കുറിച്ചാണ് ഒരു അട്ടിമറി സ്വഭാവത്തിൽ പ്രസംഗിച്ചത്. പോയിന്റ് നിൽക്കുന്നത് അതാണ്. ഗോ ആൻഡ് ക്യാപ്ചർ ദ ടെമ്പർ ഓഫ് പവർ എന്ന് പറയും. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണമെങ്കിൽ, ഭരണഘടനയിൽ വിഭാവനം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കണമെങ്കിൽ, പ്രത്യേകിച്ച് പാർട്ട് 4 പറയുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ സാമൂഹ്യ പരിവർത്തനവും സാമ്പത്തിക വിമോചനവും നേടിയെടുത്തുകൊണ്ട് ഇവിടെ ഒരു ജാതിരഹിത സമൂഹം സൃഷ്ടിക്കാൻ സാധിക്കണമെങ്കിൽ അവിടെ എത്തണം. അവിടെ എത്താനുള്ള ഒരേ ഒരു ഉപാധി ബാലറ്റ് വഴിയാണ്, അല്ല വോട്ട് വഴിയാണ്. എല്ലാവർക്കും ഒരു വോട്ടിന് ഒരു വില. അതേസമയം സാമ്പത്തിക രംഗത്തും ഈ ജസ്റ്റിസ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നടപ്പിലാക്കുന്നില്ല. അത് വേറെ കാര്യം. അങ്ങനെ വരുമ്പോൾ ഈ വെറും നടപ്പിലാക്കിയ ഈ കാര്യത്തിനെങ്കിലും ഒരവസരം തരണം. അത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, മൗലിക അവകാശമാണ്. അത് അട്ടിമറിക്കപ്പെടുന്നു. അതിന്റെ ഏറ്റവും വലിയ ഇരകളാകുന്നത് ഇവിടുത്തെ പാർശ്വവൽക്കരണ ജനതയാണ്. 85% വരുന്ന ബഹുജൻ സമാജാണ്. പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്ക, മുസ്ലിം, മതന്യൂനപക്ഷ വിഭാഗക്കാർ. അവർ ഒന്നിന്റെയും തലപ്പത്തില്ല. എവിടെയെങ്കിലും കയറി പറ്റണമെങ്കിൽ ഈ മാർഗം മാത്രമേ ഉള്ളൂ. അതും അട്ടിമറിക്കപ്പെടുന്ന സമയത്താണ് ഇതിന് ഏറെ പ്രസക്തി. ഞാൻ ഒന്നുകൂടെ പറയാം. നേരത്തെ പറഞ്ഞതുപോലെ ഈ യന്ത്രത്തിൽ തകരാറ് സംഭവിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. എനി ഇലക്ട്രോണിക് മെഷീൻ, ഏത് ഇലക്ട്രോണിക് മെഷീൻ ആണെങ്കിലും അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. അത് MIT, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അതിന്റെ ആൾക്കാർ പറഞ്ഞു. അതുകൊണ്ടാണ് ലോക രാഷ്ട്രങ്ങൾ, ഇംഗ്ലണ്ടും ജർമ്മനിയും ഇതുവരെയും അത് അനുകൂലിച്ചിട്ടില്ല, വേണ്ട എന്ന് വെച്ചു. അത് ജങ്കാണെന്ന് പറഞ്ഞു. ജങ്ക് ഫുഡ് പോലെ ഇത് കളയേണ്ട ഒരു കാര്യമാണ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അയർലൻഡ്, അതുപോലെ നെതർലാൻഡ്സ്, ജർമ്മനി, ഇറ്റലി, അവരൊക്കെ തന്നെ ഇത് സമ്പത്തിന്റെ ലേഖനത്തിൽ ധാരാളം ലേഖനങ്ങളുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണാൻ സാധിക്കും. ഒന്നും വേണ്ട തട്ടിക്കഴിഞ്ഞാൽ. ഇത് വേണ്ടാത്ത ഈ സാധനം എന്താ കാര്യം? അല്പസമയം ലാഭിക്കും, കൗണ്ടിങ്ങിന് സമയം ലാഭിക്കും. ഞാൻ 19 തവണ ഇലക്ഷൻ നിരീക്ഷകനായി പോയ ആളാണ്. IAS ഓഫീസർ പോയ സമയത്ത് എനിക്കറിയാം. അന്നൊക്കെ ആദ്യമൊക്കെ കുറച്ച് സ്പീഡിൽ നടന്നു. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ ഇപ്പൊ എന്താ ലേറ്റസ്റ്റ് നടന്ന സംഭവം കണ്ടല്ലോ, രാത്രിയല്ലേ നമ്മൾ റിസൾട്ട് വന്നത്. അപ്പം സമയം ലാഭിക്കുന്നില്ല, അതൊരു കാര്യം. 2, മാനിപ്പുലേറ്റ് ലാഭിക്കുന്നുണ്ട്. കാരണം ഇത്രയേറെ, കാരണം ഇത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന മാധ്യമ പ്രവർത്തകരാണ്. കാരണം ഇത് ഈ എണ്ണി വരികയാണെങ്കിൽ അതിന് വരാനുള്ള സമയം ഇല്ല. അത് പോകട്ടെ. ഏതായിരുന്നു ആ വിഷയം? 2013 ഇക്കാര്യം റേസ് ചെയ്താണ്. 2014 ഞാൻ അവിടെ ഇലക്ഷൻ ആയിട്ട് പല സമയത്ത് പോയിരുന്നു. ഞാൻ എപ്പോഴും BSPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് എന്നുള്ള നിലക്ക് ഉത്തർപ്രദേശിൽ ഞാൻ പോയിരുന്നു. അവിടെ 100 മുസ്ലിം സഹോദരങ്ങളെയാണ് നമ്മൾ കാൻഡിഡേറ്റ്സ് ആയിട്ട് നിർത്തിയിരുന്നത്, 25%. എന്നിട്ട് BSP രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഷുവറായിട്ട് ജയിക്കും എന്ന് ഉദ്ദേശിച്ചിരുന്ന സ്ഥലത്ത് 5 പേരാ ജയിച്ചത്.
എന്തുകൊണ്ട്? ഞാൻ ആ പോയ സമയത്ത് ഗ്രാമങ്ങളിലൊക്കെ തന്നെ ബാബാ സാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ പ്രതിമ, അവിടെ വേറെ ഒരു പാർട്ടിയും ഇല്ല ആ ബൂത്തില്. എന്നിട്ടും ആ ബൂത്തില് വോട്ട് 3-ാം സ്ഥാനം വന്നു. എങ്ങനെ? ആലോചിക്കും. സ്പ്ലിറ്റ് ആയപ്പോൾ, സ്പ്ലിറ്റ് ആയതല്ല, കാരണം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് പോലും ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് വോട്ട് വന്നു. അതുകൊണ്ടാണ് സ്പ്ലിറ്റ് ആയതുകൊണ്ടാണെന്ന്. ശരിയാണ്, അതൊക്കെ സംശയിക്കാം. ഞാൻ പോയത് കൊണ്ടുള്ള അനുഭവം പറയുക. അപ്പൊ അവിടെ പോലും നമ്മൾ 3-ാം സ്ഥാനം വന്നത് എന്തുകൊണ്ടാണ് നോക്കിയപ്പോൾ വോട്ട് കൗണ്ടിങ് നടന്ന ആ മാർച്ച് 11-ാം തീയതി ഇന്ത്യയുടെ കറുത്ത ദിനമാണ് എന്നാണ്, ഡെമോക്രസിയുടെ, ജനാധിപത്യത്തിന്റെ മർഡറാണ് അവിടെ നടന്നു എന്നാണ് ബഹിൻ കുമാരി മായാവതിജി അന്ന് BSP അന്ന് അവിടെ പത്രപ്രസ്താവന നടത്തിയിട്ട് 12 മണിക്ക് തന്നെ കൗണ്ടിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞു ഇത് അതാണെന്ന് പറഞ്ഞു. അത് കാര്യം പറഞ്ഞു. മാത്രമല്ല കോടതിയിൽ ചോദ്യം ചെയ്തു, സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തു. അതിന്റെ ഫലമായിട്ടാണല്ലോ അവിടെ കോൺഗ്രസും അവിടെ വാദിച്ചു. നമ്മുടെ സതീഷ് ചന്ദ്ര മിശ്രാജി അദ്ദേഹവും ആ വാദിച്ചതിന്റെ ഫലമായിട്ടാണ് ഒരു ചെറിയ കാര്യം വന്നു, VVPAT, വോട്ടേഴ്സ് വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ, അത് വന്നു. പക്ഷെ അത് നമ്മൾ പരിശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ്. പക്ഷെ അവിടെയും മാനിപ്പുലേറ്റ് ചെയ്യാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ MIT അവർ വിദഗ്ധന്മാർ പറയുന്നുണ്ട്. എനി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ക്യാൻ ബി ടാമ്പേർഡ്. പിന്നെ എന്തിനാ ഇത്രയും വലിയ നിശ്ചയം? പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, 10 തവണ ഈ VVPAT എങ്കിലും വേണം എന്ന് പറഞ്ഞിട്ട് ഇലക്ഷൻ കമ്മീഷൻ കേന്ദ്ര ഗവൺമെന്റിന് കത്തെഴുതി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക്. അതിന് കുറെ പൈസ തരണം. എത്ര? 3000 കോടി രൂപ, അത്രയേ ഉള്ളൂ. 10 തവണ എഴുതിയിട്ടും ഈ BJP ഭരിച്ച ആ സമയത്ത് VVPAT അത് ഭീമമായ തുക ആകുന്ന കാരണത്താൽ അത് നമുക്ക് കൊടുക്കാൻ സാധ്യമല്ല എന്നാണ് ഇപ്പോഴത്തെ കേരള ഗവർണറായി അന്ന് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരുന്നു. ഞാൻ ഈ മാർച്ച് മാസം 15-ാം തീയതി ആണല്ലോ മാന്യവർ കാൻഷിറാം സാഹിബിന്റെ ബർത്ത്ഡേ. അന്ന് ഞങ്ങളെല്ലാം വിളിച്ചിട്ട് ഡൽഹിയിൽ വിളിച്ചിട്ട് ബഹൻജി പറഞ്ഞ ഒരു കാര്യം ഞാൻ പ്രത്യേകമായിട്ട് ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നു. ഫൈറ്റ് ചെയ്യണം, ഇത് കരിദിനമാണ്. എല്ലാ മാർച്ച് 11-ഉം എല്ലാ വർഷവും കരിദിനമായി ആചരിക്കണം. മാത്രമല്ല ഉത്തർപ്രദേശിൽ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലും ഛത്തീസ്ഗഡിലും അല്ല ഉത്തരാഖണ്ഡിലും മാത്രമാണ് ആ സമയത്ത് ഈ VVPAT തോൽപ്പിച്ചത്. കാരണം അതിനു മുമ്പ് പഞ്ചാബിലായിരുന്നു. പഞ്ചാബിൽ BSP ജയിക്കും എന്ന കാരണത്താൽ പഞ്ചാബ് കേന്ദ്രീകരിച്ചു. അതുപോലെ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ ഗോവയിൽ അത് കേന്ദ്രീകരിച്ചു. പക്ഷേ ആ സമയത്ത് 5 സ്ഥലത്താണ് ഇലക്ഷൻ നടന്നത്. 3 സ്ഥലത്തും അവർ ഈ പരീക്ഷണം നടത്തിയിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെയുള്ള 2 സ്ഥലത്ത് ഞാൻ പറഞ്ഞു, ഉത്തർപ്രദേശും ഉത്തരാഖണ്ഡും, അവിടെയാണിത് നോക്കിയത്. അത് പ്രത്യേകമായിട്ട് പറഞ്ഞു. അതുകൊണ്ട് അവിടെ എന്താ സംഭവിച്ചത്? ഇതിനെതിരെ നമ്മൾ ഫൈറ്റ് ചെയ്യണം, കരിദിനം ആചരിക്കണം. എല്ലാ വർഷവും മാർച്ച് 11 ഇന്ത്യയുടെ കരിദിനമാണ്, ഡെമോക്രസിയുടെ കരിദിനം ആചരിക്കണമെന്ന് ബഹൻജി പറഞ്ഞതനുസരിച്ച് ഏപ്രിൽ 11-ാം തീയതി ഞാൻ ഒരു 4 മണിക്കൂർ ഗവർണർ, അദ്ദേഹമായിരുന്നല്ലോ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, നമ്മുടെ രാജ്ഭവന് മുമ്പിൽ ബ്ലോക്ക് ചെയ്തുകൊണ്ട്, പറയാൻ പാടില്ല, അത് കൊണ്ട് 4 മണിക്കൂർ പ്രസംഗിച്ചു. അതിൽ പറയണമെങ്കിൽ അതോട് ധാരാളം കാര്യം പറയാനുണ്ട്. പക്ഷേ സമയക്കുറവുണ്ട്. നമുക്ക് പിന്നീട് ജയചന്ദ്രൻ, അതാണ് ഇവിടെ ഒരു വിഷയം വരുന്നത്. ഇതുപോലെ BSP തങ്ങളുടെ ആശങ്കകൾ പങ്കുവെക്കുന്നു, കോൺഗ്രസിന് അതുപോലെ ആശങ്കകൾ പങ്കുവെക്കാനുണ്ടാകും. ഇത്യാദി വിവരങ്ങളുള്ളവർക്കൊക്കെ വോട്ട്, തങ്ങൾ ചെയ്ത വോട്ടുമായി ബന്ധപ്പെട്ട വലിയ ആശങ്കയാണ്. പക്ഷേ ഈ ആശങ്ക ഉണ്ടാകുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവൃത്തിയെ സംബന്ധിച്ച് നമുക്കൊന്ന് വിലയിരുത്തേണ്ടതുണ്ട്. അതായത് ഒരു സംഘബോധത്തിന്റെ ശക്തി പോലെ ഒരു എതിർപ്പാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി തങ്ങൾക്ക് മേൽ വരുന്ന ഒരു രാഷ്ട്രീയ ആരോപണത്തെ എങ്ങനെയാണോ എതിർക്കുന്നത് അതുപോലെയാണ്. ശരിയാണ്, ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യതയാണ്. അത് VS സമ്പത്ത് ഇരുന്ന കാലത്തായിരുന്നാലും ഇപ്പോൾ അറോറ ഇരിക്കുന്ന കാലത്തായാലും ഒക്കെ, ഏത് കാലത്തായാലും അതൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അതൊരു സ്ഥാപനമാണ്. അപ്പോൾ അതിനെതിരെ വരുന്നതിനെ ജാഗ്രതയായി പ്രതികരിക്കാം. പക്ഷേ ഇവിടെ പ്രതികരിച്ച ഒരു സംഘബോധത്തോടെയാണ്. ഈ പറഞ്ഞ ആരോപണം ഉന്നയിച്ച ആളിനെതിരെ കേസെടുക്കണം, അതിൽ അന്വേഷണം വേണം എന്നൊക്കെയാണ്. മറിച്ച് ഇതിന്റെ വസ്തുത എന്ത്, അതിങ്ങനെയൊക്കെയാണ് എന്ന് കൂടുതൽ ബോധ്യപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതൽ ഒരു സ്ട്രെയിനും സ്ട്രെസ്സും കൊടുത്തത് ഇതിനെ നേരിടാനാണ്, ഈ ആരോപണത്തെ. അതിലൊരു സംഘശക്തിയുടെ ഗുണ്ടാബലം എന്ന അർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഒരു ഭരണഘടനാ സ്ഥാപനം പെരുമാറാമോ ഈ ഘട്ടത്തിൽ? തീർച്ചയായിട്ടും വളരെ സുപ്രധാനമായൊരു വിഷയം തന്നെയാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. രാജ്യത്തിന് പുറത്തൊരു വിദേശ രാജ്യത്താണ് ഈ വിഷയം ഉന്നയിക്കപ്പെട്ടത് എന്നുള്ളതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം തെല്ലും കുറയുന്നില്ല. കാരണം ഇന്ത്യയിലെ ഏറ്റവും സുപ്രധാനമായൊരു ഭരണഘടനാ സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ജനാധിപത്യത്തിലെ ഏറ്റവും
മഹത്തരമായ ഏറ്റവും ഉന്നതമായ നടപടിയാണല്ലോ വോട്ടെടുപ്പ് എന്ന് പറയുന്നത്. ഈ വോട്ടെടുപ്പിൻ്റെ ആ പ്രക്രിയയുടെ കാവൽ നായാകേണ്ട സുപ്രധാന ഉത്തരവാദിത്വമുള്ള ഭരണഘടനാ സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അവർ നയിക്കുന്ന ആ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന EVMകൾ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന സാധനമാണ് എന്ന് ഇവിടെ 2009 മുതൽ 2014 വരെ പ്രവർത്തിച്ച ആ രംഗത്ത് പ്രവർത്തിച്ച ഒരു വിദഗ്ധൻ, IT വിദഗ്ധൻ വിദേശത്ത് നിന്ന് പത്രസമ്മേളനം നടത്തി പറയുമ്പോൾ അത് കോൺഗ്രസിൻ്റെ ഒരു കിങ്കറിനാണ്, കോൺഗ്രസ് ഒരുക്കി വെക്കുന്ന കെണിയാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു വിഷയമല്ല ഈ പ്രശ്നം. അത് ഇപ്പോൾ ഇന്നുണ്ടായ ഒരു പുതിയ പ്രശ്നവുമല്ല. കാരണം 2017 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ഇപ്പോൾ മുമ്പ് കാട്ടിയ പോലെ UP-യിൽ, പഞ്ചാബിൽ, ഗോവയിൽ, മണിപ്പൂരിൽ, ഉത്തരാഖണ്ഡിൽ ഇത്രയും സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഈ പ്രശ്നം ഉയർന്നു വന്നു. ഈ പ്രശ്നം ഉയർന്നു വന്നതിൻ്റെ പിന്നാലെ ഉണ്ടായ വേറൊരു സംഭവവികാസം, രാജ്യത്തുണ്ടായ സംഭവവികാസം 2017 എനിക്ക് തോന്നുന്നത് മെയ് 9 തോന്നുന്നു, ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി MLA-യും കമ്പ്യൂട്ടർ എഞ്ചിനീയറുമായ സൗരഭ് അദ്ദേഹത്തിൻ്റെ സൗരഭ് ഭരദ്വാജ് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എങ്ങനെയാണ് ടാമ്പർ ചെയ്യുന്നത്, എങ്ങനെയാണ് കേടുവരുത്താൻ കഴിയുന്നത്, എങ്ങനെയാണ് മാൽ പ്രാക്ടീസ് നടത്താൻ കഴിയുന്നത് എന്ന് വളരെ ഓപ്പണായിട്ട് ഒരു പ്രദർശനം തന്നെ, ഡെമോൺസ്ട്രേഷൻ തന്നെ നടത്തിയിരുന്നു. നമ്മളെല്ലാവരും അത് വായിക്കുകയും നിരവധി പേർ കാണുകയും ചെയ്തതാണ്. CPM-ന്റെ നിലോൽപൽ ബസുവിനെ പോലുള്ള MP-മാർ, നേതാക്കൾ അത് സന്നിഹിതരാകുകയും ചെയ്തിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായി രാജ്യത്താകമാനം ഒരു വലിയ വിവാദം ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നതിന് തൊട്ട് പിന്നാലെയാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഒരാവശ്യം കേന്ദ്ര ഗവൺമെന്റ് മുമ്പാകെ റിപ്പോർട്ടായിട്ട് ചെല്ലുന്നത്. 2019 ലോക്സഭാ ഇലക്ഷൻ, അതായത് നമ്മളൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഇനി മെയ് മാസം നടക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതപ്പെടുന്ന ആ ഇലക്ഷൻ ഉപയോഗിക്കുന്നതിനായി VVPAT യന്ത്രങ്ങൾ 16,15,000 എണ്ണം വേണം. അതിന് ഏതാണ്ട് 3,200 കോടി രൂപയോളം ആവശ്യമുണ്ട് എന്ന് കാണിച്ച് ഇലക്ഷൻ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുന്നു. ആ പണം അനുവദിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. പക്ഷേ ആ ആവശ്യം അവിടെ നിരാകരിക്കപ്പെടുന്നു. ഇത്രയും പണം ചെലവാക്കാനില്ല എന്നുള്ള തൊടിന്യായം മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഈ VVPAT എന്നുള്ളത് ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടാൽ പോലും, നടപ്പാക്കപ്പെട്ടാൽ പോലും പൂർണ്ണമായും അഴിമതി ആരോപണം അല്ലെങ്കിൽ ഈ തരംഗങ്ങൾ ഉപയോഗിച്ച് ഇതിന്റെ എണ്ണത്തിൽ തന്നെ ഈ കൗണ്ടിങ്ങിൽ എണ്ണുന്ന പ്രക്രിയയിൽ പോലും ഇടപെടാനാകും, അല്ലെങ്കിൽ ആ ഘട്ടത്തിലാണ് ഇത് ഇടപെടുന്നത് എന്നൊക്കെയാണ് ഇതിന്റെ വിദഗ്ധർ പല ഘട്ടങ്ങളിലായി പറയുന്നത്. ശ്രീ ഹസനുൽ ബന്ന, അതായത് ആർക്ക് വോട്ട് ചെയ്താലും അതാണല്ലോ ഗോപിനാഥ് മുണ്ടേ. അതെ 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 ഗൗരി ലങ്കേഷ് അത് വാങ്ങിക്കുന്ന വയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോയപ്പോഴാണ്, അതിന്റെ പരിശോധനകളിലേക്ക് പോയപ്പോഴാണ്, അല്ലെങ്കിൽ വാർത്തയിലേക്ക് പോയപ്പോഴാണ് അവർ കൊല്ലപ്പെട്ടതെന്നുണ്ട്. അതിലേക്ക് നമുക്ക് എത്താം. ശ്രീ ഹസനുൽ ബന്ന, അതായത് ആർക്ക് വോട്ട് ചെയ്താലും BJPക്ക് വോട്ട് കുത്തുന്നതായ പ്രക്രിയകളൊക്കെ നാം പത്രങ്ങളിൽ ഒരു പെട്ടിക്കോള ന്യൂസിലൊക്കെ കാണാറുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ അടുക്കുന്ന ഘട്ടത്തിൽ പലയിടത്തും അങ്ങനെ കണ്ടു. പിന്നെ VVPAT തകരാറിലായി. ഇതൊക്കെ ചില സാങ്കേതിക തടസ്സങ്ങൾ മാത്രമായിട്ടാണ് നാം വിവക്ഷിച്ചിരുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ ഇതൊക്കെ ഉന്നയിക്കുമ്പോൾ ആം ആദ്മി പാർട്ടി ഇതിൻ്റെയൊക്കെ വിശദീകരണം തെളിവ് സഹിതം നടത്തിയപ്പോഴൊക്കെ നാം അതിനെ ഒരു രാഷ്ട്രീയ ആരോപണത്തിൻ്റെ നിഴൽ കൊടുത്തിരുന്നു. അതിനപ്പുറത്തേക്ക് പോകാനുള്ള എന്തൊക്കെ യുക്തിയാണ് ഇപ്പോൾ ഈ ഷുജ പറഞ്ഞതിൽ ഉണ്ടാവുക? കാരണം ഇയാൾക്കിത് ലൈവായി വീഡിയോ കാണിക്കാമായിരുന്നല്ലോ, എങ്ങനെയാണ് ക്രമക്കേട് നടത്തുന്നത്? അത് അദ്ദേഹം കാണിച്ചിട്ടില്ല. പിന്നെ അയാൾക്ക് അനുകൂലമായൊരു കാര്യമുള്ളത്, അയാൾ പറഞ്ഞു ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ ആണ് ഉദ്യോഗസ്ഥനായി ഉണ്ടായിരുന്നത്. പക്ഷെ അത് ആ കോർപ്പറേഷൻ നിരാകരിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനില്ലെന്ന്. പക്ഷെ ഔദ്യോഗിക വാർത്താക്കുറിപ്പ് ഇതുവരെയും ഇറക്കിയിട്ടില്ല. ഏറ്റവും ഒടുവിലെ വാർത്ത തപ്പുമ്പോഴും അത് എൻ്റെ അറിവിൽ ലഭ്യമായിട്ടില്ല. അങ്ങനെ ഒരു ഔദ്യോഗികമായ കുറിപ്പും ഇറക്കിയിട്ടില്ല. ഇതൊക്കെ സംശയങ്ങൾ വർദ്ധിപ്പിക്കുകയാണോ? സയ്യിദ് ഷുജ ECIL-ലുമായി നേരിട്ടുള്ള ബന്ധമല്ല പറഞ്ഞത്. ECIL പുറം കരാർ ഏൽപ്പിക്കുന്നത് പോലെ ECIL-ന്റെ വർക്ക് ഏറ്റെടുത്ത വിൻസ് എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയെക്കുറിച്ച്
കമൽ റാവു എന്ന് പറയുന്ന ആളുടെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു കമ്പനിയെക്കുറിച്ചാണ് സയ്യിദ് ഷുജ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ ഇന്നലെ മുതൽ ആ റിപ്പോർട്ടുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. റിലയൻസിന്റെ വാർത്താ ഏജൻസികൾ പോലും ആ തരത്തിൽ ഇതിനെ മൂടിക്കളയാനുള്ള ഒരു ശ്രമം, ബോധപൂർവമായ ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇന്നലെ യഥാർത്ഥത്തിൽ എന്താണ് സയ്യിദ് ഷുജ പറഞ്ഞത്? ഇപ്പൊ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി, അജിംഷാദ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി, ഇവിടെ എന്തുകൊണ്ട് അദ്ദേഹം EVM ഹാക്ക് ചെയ്യുന്നത് കാണിച്ചില്ല എന്ന്. EVM ഹാക്ക് ചെയ്യുന്നത് അദ്ദേഹം കാണിച്ചിരുന്നെങ്കിൽ ആ EVM മോഷ്ടിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പേരിൽ FIR രജിസ്റ്റർ ചെയ്യുമായിരുന്നില്ലേ? ഈ ഇന്ത്യയിൽ ആദ്യമായി EVM തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്ന ആൾക്ക് എന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തിന്റെ പേരിൽ ക്രിമിനൽ കേസ് ചുമത്തിയില്ലേ? അദ്ദേഹത്തിന് പിന്നീട് ഒരിക്കലും ഈ തരത്തിലൊരു പരീക്ഷണം നടത്താൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിച്ചില്ലേ? എന്നിട്ട് നമ്മൾ ഇന്നലെ ഇതൊക്കെ കണ്ടിട്ട് മാധ്യമപ്രവർത്തകർ, അജിംഷാദിനെയും എന്നെ പോലുള്ള മാധ്യമപ്രവർത്തകർ പലരും ചോദിക്കുന്നത് കേട്ടു ഞാൻ. അതായത് എന്തുകൊണ്ട് അദ്ദേഹം EVM ഹാക്ക് ചെയ്തത് കാണിച്ചു തന്നില്ല എന്ന്. അങ്ങനെ അദ്ദേഹം കാണിച്ചു തന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്നുള്ളത് ഒരു കാര്യം അവിടെ ഇരിക്കട്ടെ. അദ്ദേഹം ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ അതീവ ഗുരുതരമായ വിഷയങ്ങളാണ് ഉന്നയിച്ചത്. എന്താണ്? EVM ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട് ആ വിവരമറിയാവുന്ന തന്റെ കമ്പനിയിലെ 13 പേരുടെ പട്ടിക അദ്ദേഹം നൽകിയിട്ടുണ്ട്. ആ പട്ടിക ഇന്ന് കപിൽ സിബൽ പുറത്തുവിട്ട് മാധ്യമപ്രവർത്തകർക്ക് കൈമാറിക്കഴിഞ്ഞു. അതിൽ സൺ ഓഫ് അടക്കമുള്ള അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തിരുന്നവരുടെ പേര് വിവരങ്ങളുണ്ട്. അത്രയും പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. 11 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. എവിടെ വെച്ച്? BJP നേതാവിന്റെ അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് വിളിപ്പിച്ച് അവിടെ വെച്ചിട്ടാണ് ഇവരെ കൊല്ലാൻ ഉത്തരവ് കൊടുക്കുന്നത്. 11 പേർ കൊല്ലപ്പെട്ട വിഷയത്തിൽ ഒരു ആരോപണം വന്നു. ആ 11 പേർ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ എന്ന് BJPക്ക് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞൂടെ? ആ 11 പേർ ഈ പറയുന്ന ഇവരുടെ ECIL-ന് വേണ്ടി വർക്ക് ചെയ്തിരുന്ന ഏജൻസിക്ക് അവരുടെ വർക്ക് ചെയ്തിരുന്നോ ഇല്ലേ എന്നത് പറയാമായിരുന്നില്ലേ? അവിടെയും കൊണ്ട് അവസാനിച്ചില്ല. ശരിയാണ്. അതായത് താങ്കൾ പറയുന്ന യുക്തിയൊക്കെ ഒരു മാധ്യമ പ്രവർത്തകന്റെ നിരീക്ഷണത്തിൽ സ്വാഭാവികമായി വരുന്നതാണ്. അത് നിഷ്പക്ഷമായ നിരീക്ഷണമാണ്, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ തെലങ്കാന, ഈ ഹൈദരാബാദിൽ വെച്ച് ഉണ്ടായ വെടിവെപ്പും അതിനുശേഷം ഒരു കലാപത്തൊക്കെ സംബന്ധിച്ചും ഷുജ പറയുന്നുണ്ടല്ലോ. പക്ഷെ തെലങ്കാന നിന്ന് ഉള്ള ഔദ്യോഗിക ഏജൻസികൾ പറയുന്ന അത്തരത്തിലൊരു കലാപം അവിടെ നടന്നിട്ടില്ലെന്നാണ്. ഇതിന്റെ വസ്തുത അറിയാനുള്ള ഉത്സുകത കൊണ്ടിട്ടാണ് അങ്ങനെ ചോദിച്ചത്. അതെ, അതുകൊണ്ടാണ് അജിംഷാദ് ഞാൻ പറയുന്നത്, ഇദ്ദേഹത്തിന്റെ പിതാവും ഇദ്ദേഹത്തിന്റെ രക്ഷിതാക്കൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. ഞാനും പറയുന്നത് അതാണ്. ഇദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള, നമ്മൾ വൈൽഡ് അലിഗേഷൻസ് എന്നൊക്കെ പറയുന്ന തരത്തിൽ ഇദ്ദേഹം പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത തരത്തിൽ ഇദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ഇദ്ദേഹത്തിന്റെ പാരന്റ്സ് കൊല്ലപ്പെട്ടിട്ടുണ്ടോ? അവർ കൊല്ലപ്പെട്ട സംഭവത്തെ, അവരുടെ വീടിന് തീവെച്ചു, ആ തീവെച്ച സംഭവത്തെ അത് വർഗീയ കലാപമാക്കി പരിവർത്തിപ്പിക്കാൻ ശ്രമിച്ചു എന്നിത്യാദി ആരോപണങ്ങളാണ് സയ്യിദ് ഷുജ ഉന്നയിച്ചിട്ടുള്ളത്. കപിൽ സിബൽ ഇന്ന് പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് ഒന്നുകിൽ ഈ സംഭവങ്ങൾ ഇതിന്റെ നിജസ്ഥിതി തുറന്നു കാണിക്കുക. അദ്ദേഹം പറഞ്ഞു, ചന്ദ്രബാബു നായിഡുവിനോട് ഞാൻ തന്നെ ആവശ്യപ്പെടും, അല്ലെങ്കിൽ തെലങ്കാന മുഖ്യമന്ത്രിയോട് ഇക്കാര്യം ആവശ്യപ്പെടുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ ആ ഉന്നയിക്കുന്ന വിഷയത്തിൽ നിന്ന് ചർച്ചയെ വഴിതെറ്റിക്കുക. എന്നിട്ട് എന്താണെന്ന് രവിശങ്കർ പ്രസാദ് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത്? അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, ഇദ്ദേഹം ഉന്നയിച്ച പ്രമാദമായ ചില വിഷയങ്ങളുണ്ട്. എന്നിട്ട് അദ്ദേഹം കപിൽ സിബൽ ചില രേഖകൾ കൂടി നൽകി. ഇദ്ദേഹത്തിന് രാഷ്ട്രീയ അഭയം നൽകിയതിന്റെ കാരണം ഇതുകൂടി ഉൾപ്പെടുമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇദ്ദേഹത്തിന്റെ സുരക്ഷിതത്വ പ്രശ്നം കൂടി ഉന്നയിച്ചായിരിക്കണം ഇദ്ദേഹം അമേരിക്കയിൽ അഭയം തേടിയത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ ഗുരുതരമായ ആരോപണങ്ങളുമായി വാർത്താ സമ്മേളനങ്ങൾ നടത്തുമ്പോൾ ആ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തെറ്റിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അവിടെ നാം ഉന്നയിക്കുന്നത് അത് ശരിയാണ്. കാരണം എല്ലാ കാലത്തും മാധ്യമങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്തിന് ഇവിടെ കേരളത്തെ പോലെ വളരെ ജനാധിപത്യം ഉയർന്നു നിൽക്കുന്ന നാട്ടിലെ ചില മാധ്യമ പ്രവർത്തകർ, മീൻസ് ചില പത്രങ്ങൾ പോലും 2017 മുഖ്യമന്ത്രിയുടെ യാത്ര 2018 പ്രളയവുമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വാർത്ത കൊടുത്തു. ഇതൊക്കെ സ്വാഭാവികമാണ്. അത്തരത്തിൽ മാധ്യമ പ്രവർത്തകർക്ക് അപ്പോൾ ഇത്രയും വലിയ ഒരു ഭീമനായ മോദി ഷാ കൂട്ടുകെട്ടിന് ആ അർത്ഥത്തിൽ മാധ്യമങ്ങളെ സ്വാധീനിക്കാനാവും. ഒപ്പം ഈ ഷുജ തന്നെ പറയുന്നുണ്ട്, വലിയ വായിൽ TV ചർച്ചകളിൽ വലിച്ചു കൂവുന്ന, അദ്ദേഹത്തിന്റെ പേര് നമുക്കൊക്കെ അറിയാം ഏകദേശം, അങ്ങനെയുള്ള ഒരു ആസാമി മർത്യൻ ഇത്തരത്തിൽ അദ്ദേഹത്തോട് സൂചിപ്പിച്ചിരുന്നു ഈ കാര്യമെന്ന്. അദ്ദേഹം മോഡിയുടെയും ഷായുടെയും ഒരു വലിയ മെഗാഫോണായി പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകൻ കൂടിയാണ്, ആയിരിക്കാം മേ ബി.
അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അദ്ദേഹം അമേരിക്കയിൽ പോയിട്ടുണ്ട്. ആ ആങ്കർ TV ചാനലുകളിൽ അലറുന്ന ആ ആങ്കർ അമേരിക്കയിൽ പോയിട്ടുണ്ട് എന്നാണ് ഷുജ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് പരിശോധിച്ചാൽ പോരെ? ആ ആങ്കറുടെ പാസ്പോർട്ട് പരിശോധിച്ചാൽ പോയിട്ടില്ല എന്ന് അറിയാമായിരുന്നില്ലേ? രവിശങ്കർ പ്രസാദിന്റെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട, തീൻമൂർത്തി ലൈബ്രറിയുടെ ഭരണസമിതിയിൽ പോലും അംഗത്വം കൊടുത്ത അത്തരമുള്ള ആങ്കർമാരുടെ പാസ്പോർട്ട് പരിശോധിച്ച് അവർ പോയിട്ടില്ല എന്നായിരുന്നു രവിശങ്കർ പ്രസാദ് വാർത്താ സമ്മേളനം നടത്തി പറയേണ്ടിയിരുന്നത്. ഇത്രയും ഗുരുതരമായ ഒരു കാര്യം കൂടി, താങ്കൾ ചർച്ചയിൽ താമസിച്ചത് കൊണ്ടാണ് താങ്കളോട് ഇത്രയധികം ചോദ്യം നീട്ടി ചോദിക്കുന്നത്. അതായത് ഒരു കാര്യം, അതായത് രവിശങ്കർ പ്രസാദ് അത് വിശദീകരിക്കുന്നതിന്റെ യുക്തി നമുക്ക് മനസ്സിലാവും. കാരണം ഒരു രാഷ്ട്രീയ ആരോപണത്തെ പ്രതിരോധിക്കാനുള്ള ഒരു പാർട്ടിയുടെ പരിമിതി, അത് ഒരുപക്ഷെ നിഷ്പക്ഷമായ ഏജൻസികൾ അന്വേഷിച്ച് അതിന്റെ വസ്തുത നമുക്ക് ബോധ്യമാക്കി തരണം എന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുണ്ടായത് ഒരു കക്ഷി രാഷ്ട്രീയ പാർട്ടി അവർക്കും നേരെ വരുന്ന രാഷ്ട്രീയ ആരോപണങ്ങളെ പ്രതിരോധിക്കുന്ന ഒരു സംഘബലത്തിലാണ് ഈ കാര്യങ്ങളെയൊക്കെ പ്രതികരിച്ച് കണ്ടത്. അത് ശരിയാണോ? ഒരു ഭരണഘടനാ സ്ഥാപനം ഇത്ര ഗൗരവമായി, താങ്കൾ നേരത്തെ പറഞ്ഞു ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തായിരുന്നുവെങ്കിൽ അതിനെതിരെ കേസ് വരുമെന്ന്. ഇപ്പോൾ തന്നെ അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ കമ്മീഷൻ ഉത്തരവിട്ട് കഴിഞ്ഞു. ആ രീതിയിലായിരുന്നോ യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷൻ വിശ്വാസ്യത ബോധ്യമാക്കാൻ നീങ്ങേണ്ടിയിരുന്നത്? ഇതിൽ അജിംഷാദ്, ഇതിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ടെന്ന് നമ്മെ തോന്നിപ്പിക്കുന്നത് പലപ്പോഴും പറയാതിരിക്കാൻ വയ്യ, ഭരണഘടനാ സ്ഥാപനമാണെങ്കിലും ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്നുള്ള ദുരൂഹമായ ചില നീക്കങ്ങളാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നേരത്തെ ചർച്ചയിൽ വന്നു, VVPAT കൊണ്ടുവരുന്ന ചർച്ച വന്നു. VVPAT കൊണ്ടുവരുന്നത് എന്തിനാണ്? ഇത്രയും കോടി രൂപ ചെലവഴിച്ച് ഈ തരത്തിലുള്ള സംശയങ്ങൾ നീക്കാനാണ്. അപ്പോൾ കോൺഗ്രസ് ഒരു ഹർജി നൽകുന്നു, 25% VVPAT എങ്കിലും എണ്ണണമെന്ന് പറഞ്ഞ്. ഈ പറയുന്ന കപിൽ സിബൽ അടക്കം അതിൽ ഹാജരായ അഭിഭാഷകരാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറയുകയാണ് അത് പറ്റില്ല, 1% VVPAT എണ്ണിയാൽ മതിയെന്ന്. അപ്പൊ ആരെ കബളിപ്പിക്കാനാണ് പിന്നെ നിങ്ങൾ VVPAT വെച്ചിരിക്കുന്നത്? ഇതൊരു കാര്യം. നമ്മൾ പലപ്പോഴും മാധ്യമപ്രവർത്തകരെന്ന നിലയ്ക്ക് ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും മറ്റ് കമ്മീഷണർമാരുടെയും വാർത്താ സമ്മേളനത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നവരാണ്, അവരോട് നേരിട്ട് ചോദിക്കുന്നവരാണ്. കഴിഞ്ഞ മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ഈ പറയുന്ന തരത്തിലുള്ള വോട്ട് യന്ത്രങ്ങളുടെ അട്ടിമറി നടന്നല്ലോ മധ്യപ്രദേശിൽ, ഹോട്ടൽ മുറികളിൽ നിന്ന് കിട്ടിയല്ലോ. അതുപോലെ തന്നെ ഈ തരത്തിൽ നേരത്തെ സയ്യിദ് ഷുജ പറഞ്ഞതുപോലുള്ള ഫ്രീക്വൻസിയിൽ വ്യത്യാസം വരുത്തിയുള്ള കാര്യം, അല്ലെങ്കിൽ അതിനെ ഹാക്ക് ചെയ്തിട്ടുള്ള കാര്യമല്ല പറയുന്നത്, വോട്ട് യന്ത്രങ്ങൾ ഹോട്ടൽ മുറിയിലേക്ക് കൊണ്ടുപോയി. ഈ വീഡിയോ വ്യക്തിപരമായി എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ഈ കാര്യം മധ്യപ്രദേശിലെ മാധ്യമപ്രവർത്തകരോട് അന്വേഷിച്ചു. അവർ പറഞ്ഞു ഇത് കൃത്യമായി ഹോട്ടലിന്റെ പേര് പറഞ്ഞു. ഈ വിവരങ്ങൾ വെച്ച് ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സെക്രട്ടറിക്ക്, പബ്ലിക് റിലേഷൻ സെക്രട്ടറിക്ക് ഇത് അയച്ചു കൊടുത്തിട്ട് ചോദിച്ചു, ഇത് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? ഇത്രയും സുരക്ഷാ കവചമുണ്ടെന്ന് പറയുന്ന ഈ വോട്ട് യന്ത്രങ്ങൾ എങ്ങനെയാണ് BJP നേതാവിന്റെ ഹോട്ടൽ മുറിയിൽ നിന്ന്? ശരിയാണ്. അത് മാത്രമല്ല ഇലക്ഷൻ കമ്മീഷൻ പല തെരഞ്ഞെടുപ്പും പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് ആ ഡേറ്റ്, ഇലക്ഷൻ തീയതി ട്വീറ്റ് ചെയ്ത BJP നേതാക്കളുണ്ട്. അത് സംബന്ധിച്ച് ഒക്കെ നമുക്കറിയാവുന്നതാണ്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ശ്രീ സമ്പത്ത് MP, അതായത് ഇത് കേവലം ആരോപണമല്ല, യുക്തിഭദ്രമായി അരക്കിട്ട് ഉറപ്പിക്കാവുന്ന ഒട്ടേറെ സംഭവ വികാസങ്ങളുണ്ട് ഇതിന്റെ പിന്നിൽ എന്ന് പറയാനുള്ള യുക്തിയാണ് ഇവരൊക്കെ എണ്ണി പറഞ്ഞത്. അതാണ് ഇതിനെ ഗൗരവമാക്കുന്നത്. മറ്റൊന്ന്, ഇതിനോടുള്ള പ്രതികരണങ്ങൾ, ഇതിന്റെ വിശ്വാസ്യത കൂടുതൽ ബോധ്യമാക്കേണ്ട ഏജൻസികളുടെ പ്രതികരണങ്ങൾ സംശയത്തിന്റെ മുൾമുനയിലാകുന്നു. ഒപ്പം ആണ് ഇത്തരത്തിൽ ഉള്ള ആശങ്കകളുടെ പെരുമഴ തീർത്തുകൊണ്ട് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വരുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു വസ്തുത രാജ്യത്തെ ബോധ്യപ്പെടുത്താൻ ഇനി ഏതൊക്കെ ഏജൻസികൾ എങ്ങനെയൊക്കെ പ്രവർത്തിക്കണമെന്നാണ് നിർദ്ദേശിക്കുന്നത്? ഇതെന്തായാലും സജീവമായ ചർച്ച ഇക്കാര്യത്തെ സംബന്ധിച്ചുണ്ടാവട്ടെ. ഇതിലിപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നമ്മൾ ആരും തന്നെ ഇക്കാര്യത്തിൽ ഈ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയിലെ വിദഗ്ധന്മാരല്ല. നമ്മളാരും തന്നെ അത്തരം കാര്യത്തിൽ ഇത് പൊതുരംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, മാധ്യമരംഗത്തൊക്കെ ഉള്ള അനുഭവ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് നമ്മളെല്ലാവരും ഈ ചർച്ചയിൽ പങ്കെടുത്ത് പറയുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് സംശയങ്ങൾ ഉടലെടുക്കുന്നുണ്ട്. സംശയങ്ങൾ ഉടലെടുത്തോ എന്നുള്ളത് കൊണ്ട് എല്ലാം അത് അടിമുടി അത് ശരിയാണ് എന്ന് അങ്ങനെ ഒറ്റയടിക്ക് കണ്ണുടച്ച് പറയാം. ചില പെർസെപ്ഷൻസ്, അങ്ങനെ ചില മുൻവിധികൾ അത് ഉണ്ടാവുക സ്വാഭാവികമാണ്. അത് പക്ഷേ യാഥാർത്ഥ്യവുമായി അങ്ങനെ പൊരുത്തപ്പെടണമെന്നില്ല. അപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾ ഡൽഹി നിയമസഭയിൽ വെച്ചിട്ട് EVMs ക്യാൻ ബി ഹാക്ക്ഡ് എന്നുള്ളതിനെ പറ്റിയാണ്, ഹൗ ദ EVMs ക്യാൻ ബി ഹാക്ക്ഡ് എന്നാണ് കാണിക്കുന്നത്. എങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ഡൽഹി നിയമസഭയിലാണല്ലോ നടന്നത്.
16 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണോ 16 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണോ ഈ ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്? അങ്ങനെയാണെങ്കിൽ ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദില്ലിയുടെ കാര്യം പറയുന്നുണ്ട്, ഈ ഷുജ പറയുന്നുണ്ട്. അതായത് ഈ 67ലേക്ക് എത്താൻ കാരണം ആം ആദ്മിയുടെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് വേണ്ടി ദില്ലിയിലും ശ്രമിച്ചിരുന്നു. പക്ഷേ അവിടെ അത് തടയിടാനുള്ള പ്രവൃത്തി ഇവർ സാങ്കേതിക വിദഗ്ധർ എന്ന നിലയിൽ ചെയ്തിരുന്നു. അതിന് ഞങ്ങളുടെ പക്കൽ തെളിവുകളുണ്ട്. അതുകൊണ്ടാണ് ആം ആദ്മിക്ക് ഈ 67 സീറ്റ് ലഭിച്ചത്, അല്ലെങ്കിൽ ലഭിക്കില്ലായിരുന്നു എന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ഇത് എടുത്തു പറയുന്നുണ്ട്. അതേ സംശയം. ഇത് ഒരു കാര്യം അത് ചെയ്യണമെങ്കിൽ ഇത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ അത്തരം കാര്യങ്ങൾ അതിനകത്ത് എന്തായാലും ഇതിനൊരു മോഡസ് ഓപ്പറാൻഡി ഉണ്ടാവും. അത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്, അപ്പോൾ അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ എങ്ങനെയാണ് അത് തടയാൻ കഴിയുക എന്നുള്ളത്, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യം എന്തും ചെയ്യാമെന്നുള്ള നിലയിലാണ് എങ്കിൽ നമുക്ക് ഇലക്ട്രോണിക് രംഗത്ത് പല കാര്യങ്ങളും അത്തരത്തിൽ ഫോട്ടോഷോപ്പിംഗ് നടത്തുക, മോർഫിംഗ് നടത്തുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കാറുണ്ട്, സ്വാഭാവികമാണ്. പക്ഷേ ഇതിലൊരു സമഗ്ര അന്വേഷണം വേണ്ടേ? ഇതിന്റെ സത്യസന്ധത, കാരണം താങ്കൾ ചർച്ചയുടെ ആദ്യ ഭാഗം തന്നെ പറഞ്ഞു, ഇത് എന്തായിരുന്നാലും ബോധ്യപ്പെടുത്തണം, ജനങ്ങൾ ബോധ്യപ്പെടുത്തണം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഈ രീതിയിൽ തന്നെ തുടർന്നാൽ മതി എന്ന് അങ്ങേയറ്റത്തെ വാശിയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇന്ത്യയിലുള്ളൂ, അത് BJP ആണ്. ഗുണഭോക്താക്കൾ കാരണം എല്ലാ ഭരണസ്ഥാപനത്തിലേക്ക് ഇരച്ചു കയറുന്ന ഒരു സ്വഭാവമാണ് അവരുടേത്. അത് വിവിപാറ്റും വേണ്ട, ഈ ഇവിടെ 25% 1% പോലും എണ്ണലും നടത്തണ്ട, ഇതെല്ലാം കൂടി വാരിക്കൂട്ടി ഈ പറഞ്ഞ പോലെ ചെയ്താൽ മതി. നിങ്ങൾ ആർക്കോ എങ്ങനെ വോട്ട് ചെയ്താലും ഞങ്ങളത് ജയിച്ചു വരിക എന്നുള്ള നിലയിലേക്കുള്ള കാര്യങ്ങൾ. അതിപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ പത്രങ്ങൾ നമ്മുടെ മുന്നിലേക്ക് നൽകിയിട്ടുള്ള ഇന്ത്യയിലെ അതിസമ്പന്നരായിട്ടുള്ളവരുടെയും അവരുടെ സമ്പത്തിൻ്റെ ദരിദ്രരുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടുള്ള പെരുപ്പവും ലോകത്തിൽ ഇത്രമാത്രം ഗ്രോസ് ഇൻഇക്വാലിറ്റി ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആൻഡ് അസറ്റ്സ് എന്നുള്ള നിലയിലേക്ക്, ഇതാണ് രാജ്യത്തിന്റെ വികസനം. അതാണ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഇവർ നടത്തുന്ന അഴിഞ്ഞാട്ടമാണ്. അത് തീർച്ചയായും ഇതുമായി ബന്ധപ്പെടുത്തി സംശയങ്ങൾ. ഇപ്പൊ ഒരു കാര്യം ബന്ന സൂചിപ്പിച്ച ഒരു കാര്യം, ഹസനുൽ ബന്ന സൂചിപ്പിച്ച ഒരു കാര്യം, അതായത് ഗോപിനാഥ് മുണ്ടയുടെ മരണം ശരിയാണ്, കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ മരണപ്പെട്ടു ദുരൂഹമാണ്. കാരണം ഡ്രൈവർ പോലും പല മൊഴി പറഞ്ഞു, അതൊക്കെ സംശയം. NIA ഉദ്യോഗസ്ഥൻ തൻസീൽ അഹമ്മദിന്റെ ഒരു ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സംശയം പറയുന്നു. നേരത്തെ അറിയാം നമുക്ക് ലോയയുടെ മരണവുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിഷയത്തിൽ, ഇവിടെ ഗൗരി ലങ്കേഷ് ഇതുമായി ബന്ധപ്പെട്ട് ആരോപണം, ഇതൊക്കെ നമുക്കറിയാവുന്ന മരണങ്ങൾ. ഇനി ഈ ഷുജ തന്നെ പറഞ്ഞ കാര്യമുണ്ട്, ഇദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവരെ വെടിവെച്ചത്, അവിടെ വർഗീയ കലാപം നടന്നത്, ഇന്നവർ കൊല്ലപ്പെട്ടത്, അതേ സംബന്ധിച്ച് നമുക്കറിയാത്ത വിവരങ്ങളാണ്. അതൊക്കെ പരിശോധിച്ച് അതിന്റെ രേഖകൾ ഹാജരാക്കാമായിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ, ഇല്ലെങ്കിൽ എന്ത്, അത് ഭരണകൂടം ചെയ്തിട്ടില്ല. അപ്പൊ എന്തൊക്കെയോ കയ്യിൽ മടിയിൽ കനമുണ്ട് ആരുടെയൊക്കെ. ഇത് നമ്മളിപ്പോൾ ഈ ചർച്ചയ്ക്ക് സമയം കുറവായതുകൊണ്ട് BJPയുടെ നേതൃത്വത്തിലുള്ള ഈ കേന്ദ്ര ഗവൺമെന്റ് വന്നതിന് ശേഷം ഇന്ത്യയിൽ നടന്നിട്ടുള്ള മരണങ്ങൾ, ഒരുപാട് മരണങ്ങൾ നടക്കും, അപകട മരണങ്ങളെല്ലാം അത്തരത്തിൽ സംഭവിക്കുമ്പോഴും എല്ലാം നമുക്ക് മരണങ്ങളെല്ലാം ദുഃഖകരമാണ്. എന്നാൽ വളരെ പ്രമാദമായിട്ടുള്ള ചില കേസുകളുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷൻ സാക്ഷികളോ പരാതിക്കാരായിട്ടുള്ള ആളുകളോ ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെടുക എന്നത്, മരണപ്പെട്ടു പോവുക എന്നുള്ളത്, അത് അത്തരത്തിലുള്ള സംഭവങ്ങൾ ഈ ഇന്ത്യയിൽ മുമ്പ് വളരെ വളരെ വിരളമായിരുന്നു. എന്നാൽ ഇതൊരു സാർവത്രികമായി മധ്യപ്രദേശിൽ തന്നെ വ്യാപം ഇടപാടുമായി ബന്ധപ്പെട്ട്, വ്യാപം സ്കാമുമായി ബന്ധപ്പെട്ട് മാമാജി എന്നൊരു പേര് ഡയറിയിൽ എഴുതപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ ആ ആളിന് പിന്നെ അധിക നാൾ ജീവിച്ചിരിക്കാൻ കഴിയില്ല എന്നുള്ള നിലയിലേക്ക്, മാമാജി എന്നുള്ളത് അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന ചൗഹാന്റെ വിളിപ്പേരായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവിടെ ഈ റോഡ് സൈഡിലെല്ലാം കൊണ്ടുവന്നിട്ട് പബ്ലിക് സ്കൂൾ എന്നുള്ള പേരിൽ പലയിടത്തും കൊണ്ടുവന്നിട്ട് പള്ളിക്കൂടത്തിൽ പിള്ളേർ പോലും പോകാതെ കന്നുകാലി മേയ്ക്കാൻ നടക്കുന്നിടത്തെല്ലാം തന്നെ 3-4 നില കെട്ടിടങ്ങളെല്ലാം പബ്ലിക് സ്കൂളുകൾ എന്നുള്ള നിലയിൽ കെട്ടി. ഇത് അന്വേഷിക്കുമ്പോഴാണ് അറിയുന്നത് അവിടെ ഒരു 3-4 ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ നമ്മുടെ PSC പോലെയുള്ള അവിടുത്തെ പരീക്ഷ എഴുതുന്നതിനുള്ള ഒരു പാക്കേജാണ്. ആ പാക്കേജിന്റെ താഴെ തട്ട് വരെ മുകൾ തട്ട് വരെ ഉള്ളതിനെല്ലാം 20-30 ലക്ഷം രൂപ വീതം വാങ്ങുന്നത് പല ആളുകളെല്ലാം കൂടി ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ നേതൃത്വത്തിലുമൊക്കെ, അതിൽ ജുഡീഷ്യറിയുടെ ചില ആളുകളുടെ പേരുകൾ പോലും ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ചാ വിഷയമായി വന്നു. ഇവിടെ ബെന്ന സൂചിപ്പിച്ച കാര്യങ്ങൾ അത് വളരെ പ്രമാദമായ കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും ഡൽഹിയിൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ബെന്നയുടെ ശ്രദ്ധയിൽ വന്നിട്ടുള്ള കുറേ കാര്യങ്ങളാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒളിച്ചോടുക അല്ല വേണ്ടത്, ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചാൽ ഉന്നയിക്കുന്ന ആളുകളെ വെല്ലുവിളിക്കുകയല്ല വേണ്ടത്. അങ്ങനെ വെല്ലുവിളിക്കുകയല്ല വേണ്ടത്. അങ്ങനെ പരാതികൾ ഉന്നയിക്കപ്പെട്ടാലോ സംശയങ്ങൾ ഉന്നയിക്കപ്പെട്ടാലോ അത് ദൂരീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് പൂർണ്ണമായും സത്യസന്ധവും സുതാര്യവും സംശുദ്ധവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് എന്നുള്ളത് ജനങ്ങളെ അടക്കം ബോധ്യപ്പെടുത്തുകയാണ് അവർ ചെയ്യേണ്ടത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പലപ്പോഴും, അത് മുമ്പ് നടന്നിട്ടുള്ള പല തെരഞ്ഞെടുപ്പുകളിൽ പോലും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തിട്ടുള്ള നിലപാട്, അതിലൊന്ന് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചുവല്ലോ, ഇവിടെ മാധ്യമപ്രവർത്തകരുടേതായിട്ടുള്ള
മുന്നിൽ വർത്തമാനം നടത്തിക്കൊണ്ടിരിക്കുന്നതിന് മുമ്പ് തന്നെ ട്വീറ്റ് ചെയ്തു. തെരഞ്ഞെടുപ്പിൻ്റെതായിട്ടുള്ള പ്രക്രിയ എന്നുള്ളതിനെ സംബന്ധിച്ച് പേര് മറന്നുപോയി അങ്ങനെ ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാം അവിടെ നടക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പരിധിയിൽ നിർത്തുന്നതിന് വേണ്ടിയാണല്ലോ 6 കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ ഓഫീസ് നിർവചൻ സദന്റെ മുമ്പിൽ പോയി ഈ വൈകുന്നേരം 6 മണി മുതൽ വെളുപ്പാൻ രാവിലെ 3 മണി വരെ കുത്തിയിരുന്നത്. അങ്ങനെ കേന്ദ്രമന്ത്രിമാർ പോയി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിന്റെ ഇടയിൽ കുത്തിയിരിക്കുക എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ. ഗുജറാത്തിലെ ഒരു രാജ്യസഭാ സീറ്റിൽ ഞങ്ങൾ ജയിച്ചു എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ്. ആര് വോട്ട് ചെയ്തു, ആര് ജയിച്ചു എന്നൊന്നും അതൊന്നും പ്രശ്നമല്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജയിച്ചു എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കണമെന്നുള്ളതാണ്. അപ്പോൾ അവിടെ വാസ്തവത്തിൽ ഈ ഇവർ തിരഞ്ഞെടുക്കുന്നതായിട്ടുള്ള പാത, ആ പാതയിൽ ഒരുപാട് ഇത്തരത്തിൽ പല ആളുകളെയും വിലക്കെടുക്കുക, പ്രലോഭിപ്പിക്കുക, ഭീഷണിപ്പെടുത്തുക, നിശബ്ദരാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്തരത്തിലാവാൻ പാടില്ല, ഒരിക്കലും ആകാതിരിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ആശയം. ജയചന്ദ്രൻ, ആ അർത്ഥത്തിൽ വലിയ അർത്ഥത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് സാക്ഷരത ഈ വിഷയത്തിൽ അനുവർത്തിക്കേണ്ടതുണ്ട്. ഒപ്പം അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഒപ്പം ഇത്തരത്തിൽ ദുരൂഹമായപ്പെട്ട കൊലപാതകങ്ങളെ കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട്, അല്ലേ? തീർച്ചയായും ഈ ഉയർന്ന ആരോപണങ്ങൾ ശരിയാവാതിരിക്കട്ടെ എന്നാണ് ജനാധിപത്യ വിശ്വാസികളായ, ജനാധിപത്യ ബോധമുള്ള, പൗരബോധമുള്ള ഏതൊരു ഇന്ത്യക്കാരനും ആഗ്രഹിക്കുന്നത്. ഞാനും അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു. പക്ഷേ BJP നേതാക്കൾ ഡിഫൻസ് കാണുമ്പോൾ മറ്റെന്തൊക്കെയാണ് വസ്തുത എന്ന് പെട്ടെന്ന് തോന്നുകയും ചെയ്യുന്നു. എന്താണ് രവിശങ്കർ പ്രസാദ് ഇന്ന് പത്രസമ്മേളനം നടത്തി പറയുന്നത്? വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ തോക്കുമെന്നത് ഉറപ്പുള്ളതുകൊണ്ട് അതിന് മുൻകൂറായിട്ടുള്ള ഒരു എയറാണിത്. ഇതിന് എത്ര ബാലിശമാണ് അദ്ദേഹം പറയുന്നത്. ഈ സാമാന്യ ജ്ഞാനമുള്ള അല്ലെങ്കിൽ സാമാന്യ ബോധമുള്ള, പൗരബോധമുള്ള ആർക്കും അറിയാം എന്താണ് അടുത്ത ലോക്സഭ ഇലക്ഷൻ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ പകുതി സീറ്റ് കിട്ടാൻ എങ്ങനെ ഈ ഭരണകക്ഷി പെടാപ്പാട് പെടും എന്നുള്ളത് ഏതാണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൻ്റെ ഉദാഹരണങ്ങളിലേക്ക് നമ്മളിപ്പോൾ പോകേണ്ടതില്ല. അപ്പോൾ ഇതിങ്ങനെ ഈ കാര്യങ്ങളെ ഇങ്ങനെ വിശദീകരിക്കുന്നതിന് പകരം ഞങ്ങളിത് അന്വേഷണം നടത്താൻ തയ്യാറാണ്. ഇത്തരം ഒരു ആരോപണം വരുന്നത് ഇന്ത്യക്ക് ഭൂഷണമല്ല, ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഭൂഷണമല്ല. ആരാണോ കുറ്റവാളികൾ അവർ ശിക്ഷിക്കപ്പെടണം, പിടിക്കപ്പെടണം. അതുകൊണ്ട് സ്വതന്ത്രമായ അന്വേഷണത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയേണ്ടതിന് പകരം ഇതൊക്കെ കപിൽ സിബലിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ എന്തോ ഒരു കെണിയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു നടപടികളാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്തോറും ഇവർ കൂടുതൽ കുഴപ്പങ്ങൾ വരുത്തി വെക്കാൻ ബോധപൂർവം ശ്രമിക്കുന്നവരാണ് എന്നൊരു ബോധ്യമാണ് ജനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഈ വിഷയം കൂടുതൽ വ്യാപിപ്പിക്കുന്നതിനും കൂടുതൽ അന്വേഷണം ആവശ്യപ്പെടുന്നതിനും ഒക്കെ ഇടയാക്കും. ഒറ്റ കാര്യം കൂടെ, ഈ VVPAT വേണ്ട എന്നാണല്ലോ പൊതു തീരുമാനം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് പഞ്ചിങ്, ശ്രീ സമ്പത്തിനെ പോലുള്ളവർക്ക് അക്കാര്യത്തിൽ കൂടുതൽ ആധികാരികമായി പറയാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പഞ്ചിങ്ങിനെ കുറിച്ച് ചില ഘട്ടങ്ങളിലെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ പഞ്ചിങ് സമ്പ്രദായം ഏർപ്പെടുത്താൻ കഴിയുമോ ഇല്ലയോ എന്ന് പരിശോധിക്കാനെങ്കിലും തയ്യാറാവണ്ടേ. അതടക്കമുള്ള കാര്യങ്ങൾ ഇനിയും ഒരുപാട് മുന്നേറ്റങ്ങൾ ഈ രംഗത്തുണ്ടാവാനുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്ന വസ്തുത. തീർച്ചയായും. ശ്രീ സുധാകരൻ IAS, അതായത് ഈ ഗോപിനാഥ് മുണ്ടയുടെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹത അന്ന് തന്നെ ആരോഗ്യപ്പെട്ടാണ്. അതിൻ്റെ ചില സൂചനകൾ സമ്പത്ത് MP നൽകുകയും ചെയ്തു. അങ്ങനെയുള്ള പ്രമുഖരുടെ കൊലപാതകം ഇതുമായി ബന്ധപ്പെടുത്തി പറയുകയാണ്. ഗൗരി ലങ്കേഷ് എന്ന് പറയുന്ന വലിയ മാധ്യമ പ്രവർത്തകയ്ക്കെതിരെ അവരെ കൊന്ന രീതിക്ക് സമാനതകളുണ്ട്, കൽബുർഗി അടക്കമുള്ള. അത് കേവലം ഫാസിസം ആണെന്ന് മാത്രമാണ് വിചാരിച്ചത്. ഫാസിസം മാത്രമല്ല, എല്ലാ അർത്ഥത്തിലും ഫാസിസമാണ് എന്നത് ആണ് ഇവിടെ മനസ്സിലാകുന്നത്. അപ്പോൾ ഈ കൊലപാതകങ്ങളൊക്കെ അന്വേഷിക്കാൻ കൂടി ഈ ഘട്ടത്തിൽ താല്പര്യം വന്നാൽ ഇതിന്റെ കൂടുതൽ വ്യക്തതയല്ലേ വരിക? യഥാർത്ഥ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഘട്ടത്തിൽ എടുത്തത് ഒരു അനാരോഗ്യപരമായ നിലപാടല്ലേ? ഞാൻ അതിലോട്ട് കൂടുതലായിട്ട് കിടക്കുന്നില്ല. കാരണം സയ്യിദ് ഷൂജ അദ്ദേഹം ഈ കാര്യം പറഞ്ഞത് വെളിപ്പെടുത്തിയത് US പോയിട്ടാ. അവിടെ പോയിട്ട് അസൈലം അവിടെ കയറിയിട്ട് അവിടെ പോയിട്ടാ പറഞ്ഞു. അതുപോലെ ഞാനൊരു കാര്യം ഓർക്കുന്നുണ്ട്. പണ്ട് ഇവിടെ റിസർവേഷനെ പറ്റി നമ്മൾ പറയുന്നത്, ഛത്രപതി സാഹുജി മഹാരാജാവ് ആദ്യമായിട്ട് ഇന്ത്യയിലെ റിസർവേഷൻ നടപ്പിലാക്കിയത്, വെളിപ്പെടുത്തിയത്, പ്രഖ്യാപിച്ചത് ഇംഗ്ലണ്ട് പോയിട്ടാണ്. ഇന്ത്യയിലാണെങ്കിൽ പറ്റില്ല ഉദ്ദേശിച്ച ആ ഒരു സംവിധാനമാണ് ഇപ്പോഴും ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ കാര്യത്തിലോട്ട് കൂടുതൽ കിടക്കുന്നില്ല. ഞാൻ ഞങ്ങളുടെ കാര്യം മാത്രം പറയാം. നമ്മുടെ ഈ കാര്യം എന്ന് വെച്ചാൽ ബഹുജൻ സമാജ് 85% വരുന്ന ജാതി വ്യവസ്ഥയുടെ ഇരകള്, അവർക്ക് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, മോചനമാർഗം. അത് ശരിയാണ്. പക്ഷേ അതിനെന്താണ് അതായത് ഇതേ സംബന്ധിച്ച് ആശങ്കകൾ ഉയർത്തി. ശരിയാണ്, നിങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട റാലികൾ നടത്തുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ജനാധിപത്യ പ്രക്രിയയെ ആക്രമിക്കുമ്പോൾ നമുക്കെന്ത് ഗുണം കിട്ടുന്നു എന്ന അർത്ഥത്തില്ല. എന്താണ് പ്രതിപക്ഷ പാർട്ടികൾ എന്ന നിലയിൽ BSP അടക്കം ഞങ്ങൾ കേസ് കൊടുത്തു, സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു. അതല്ല VVPAT വന്നത്. VVPAT എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന് പണ്ടൊരു ചോദ്യം ചോദിച്ച സമയത്ത് പറഞ്ഞു, ഭീമമായ തുക,
3000 കോടി രൂപ വേണമെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു പ്രതിമ ഉണ്ടാക്കാൻ 3000 കോടിയൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെയുള്ള ഇന്ത്യ രാജ്യത്ത് ഈ വലിയ 130 കോടി ജനങ്ങളുള്ള നമുക്ക് ഈ കാര്യം ജനാധിപത്യ ഡെമോക്രസി വിശ്വസിക്കണമെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ടുള്ള തീർച്ചയായും ശ്രീ സുധാകരൻ IAS പ്രതിമ ഉണ്ടാക്കാൻ കാണിച്ച ആ ആവേശമെങ്കിലും ഈ ജനതയുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തുന്നതിലെ സുതാര്യത വ്യക്തമാക്കാൻ വേണമായിരുന്നു എന്ന കൃത്യമായ വിമർശനമാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം തീർച്ചയായും ശ്രീ ഹസനുൽ ബന്ന, ഈ ഇത്തരത്തിലൊരു സംശയം എല്ലാ അർത്ഥത്തിലും ബലപ്പെടുകയാണ്. അങ്ങനെ ബലപ്പെടുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ചെയ്യേണ്ട വളരെ ആവേശോജ്വലമായ ചില നീക്കങ്ങളുണ്ട് ഈ രാജ്യത്തിലെ ജനതയുടെ സംശയത്തിനൊപ്പം, ആശങ്കയ്ക്കൊപ്പം. അതെന്തൊക്കെയാവണം? ഒപ്പം ഇതേ സംബന്ധിച്ച് ഏത് തരത്തിലൊരു അന്വേഷണം വന്നാലാണ് ഇതിൻ്റെ സമഗ്രതയും വ്യക്തതയും പുറത്താവുക? അത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നടക്കുമോ? ഇപ്പോൾ ഈ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ, മീൻസ് 5 സംസ്ഥാനങ്ങളിലെ ഈ ഇടപെടൽ, ഈ ക്രമക്കേട് നടക്കാതിരിക്കാൻ ഈ സാങ്കേതിക വിദഗ്ധരുടെ കൂട്ടായ്മ ശ്രമിച്ചു എന്ന് ഈ ഷുജ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് വിജയം ഈ അർത്ഥത്തിൽ BJPക്ക് എതിരായതെന്നൊക്കെ. അപ്പോൾ ഈ സാങ്കേതിക വിദഗ്ധരായ ഒരു കൂട്ടം ഹാക്കർമാർക്ക്, അല്ലെങ്കിൽ സാങ്കേതിക വിദഗ്ധർക്ക്, ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, സാങ്കേതിക വിദഗ്ധർക്ക് ഇങ്ങനെ ചെയ്യാമെങ്കിൽ ഇതിനേക്കാൾ സമഗ്രമായ ഒരു മിഷനറി നമ്മുടെ രാജ്യത്തിനില്ലേ? നമുക്ക് ചെയ്യാനാകില്ലേ? ഇതിൽ പിന്നെ ഒന്നാമത്തെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലേ. ഇന്നലെ ലണ്ടനിൽ വാർത്താ സമ്മേളനം നടത്തുന്നത് ലോകത്തെ ഏറ്റവും വലിയൊരു ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാനുള്ള ശ്രമം സംബന്ധിച്ച വെളിപ്പെടുത്തലിനാണ് എന്ന് മുൻകൂട്ടി അവരറിയിച്ചതാണ്. ആ പത്രസമ്മേളനത്തിന്റെ സംഘാടകർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതിനിധിയെ വാർത്താ സമ്മേളനത്തിന് വിളിച്ചതാണ്. എന്തുകൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതിനിധി വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല? അതുപോലൊരു ക്ഷണം കിട്ടിയിട്ടാണല്ലോ കപിൽ സിബൽ പോയത്. അപ്പോൾ തങ്ങളുടെ പ്രതിച്ഛായയെ, ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ അത് വ്യാജമാണെന്ന് ആ വാർത്താ സമ്മേളനത്തിന്റെ വേദിയിൽ വെച്ച് സ്ഥാപിക്കാൻ കഴിയുമായിരുന്ന അവസരം എന്തുകൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കളഞ്ഞുകുളിച്ചു? ഇത് ഒന്നാമത്തെ കാര്യം. ഞാൻ നേരത്തെ VVPAT പറഞ്ഞതുപോലെ ഇത് ഇത്തരത്തിലുള്ള ഓരോ ഘട്ടങ്ങളിലും വോട്ട് മെഷീനിൽ, വോട്ട് യന്ത്രത്തിൽ അട്ടിമറി നടത്താൻ പറ്റുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർ ശത്രുതാ മനോഭാവത്തോടെയും ഒരു തരത്തിൽ പ്രതികാര ബുദ്ധിയോടും കൂടി സമീപിക്കുന്നത് എന്തിനാണ്? അവർക്കെതിരെ കേസെടുക്കുമെന്ന് പറയുന്നത് എന്തിനാണ്? പിന്നീട് ഇലക്ഷൻ കമ്മീഷൻ മറ്റൊന്ന് ചെയ്തു. നേരത്തെ ഇവിടെ സമ്പത്ത് MP സൂചിപ്പിച്ചതുപോലെ ഡൽഹിയുടെ കാര്യം അദ്ദേഹം സൂചിപ്പിക്കേണ്ടായി. ഡൽഹി നിയമസഭയിൽ ഇത് പ്രദർശിപ്പിച്ച ശേഷം CPM അടക്കമുള്ള ഘടകകക്ഷി പ്രതിപക്ഷ പാർട്ടികൾ പ്രതികരിച്ച ഒരു വിഷയം കൂടിയാണ്. ഈ ഹാക്കത്തോൺ സംഘടിപ്പിച്ചു. എന്നിട്ട് ഈ വോട്ട് യന്ത്രം, നിങ്ങൾക്ക് വോട്ട് യന്ത്രം അട്ടിമറിക്കാൻ കഴിയില്ല എന്ന് തെളിയിച്ചതായി വ്യാജ അവകാശവാദവും ഇലക്ഷൻ കമ്മീഷൻ ഉന്നയിച്ചു. പക്ഷെ അതിനൊരു ഉപാധി വെച്ചില്ലേ കമ്മീഷൻ? ആരും ആ വോട്ട് യന്ത്രത്തിൽ തൊട്ടുപോകരുതെന്ന് പറഞ്ഞില്ലേ? ആരും തൊടാതെ എങ്ങനെയാണ് പിന്നീട് അട്ടിമറി സാധ്യമാവുക? അപ്പോൾ എന്താണ് അന്ന് അവിടെ സന്ദർശിച്ച പ്രതിപക്ഷ നേതാക്കൾ, അവിടെ പോയ ചില കക്ഷികൾ, ആം ആദ്മി പാർട്ടി അടക്കമുള്ളവർ അവിടെ പോയില്ല. അവർ പറഞ്ഞു ഇത് തൊടാതെ അട്ടിമറി സാധ്യമല്ല എന്ന് പറഞ്ഞ് മറ്റ് പോയ പ്രതിപക്ഷ നേതാക്കളുണ്ടായിരുന്നു. CPM-ന്റെയും BSP-യുടെയും ഒക്കെ പോയി എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അവർ പോയിട്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? അവിടെ ഇലക്ഷൻ കമ്മീഷൻ അവരോട് ചില അന്വേഷണങ്ങൾ നടത്തുകയും ആ അന്വേഷണങ്ങൾക്ക് മറുപടി നൽകുകയാണ് സംഭവിച്ചത്. അവിടെ ഒരു വെല്ലുവിളി ആരും ഏറ്റെടുത്തിട്ടില്ല. വോട്ട് യന്ത്രത്തെക്കുറിച്ച് ഒരു വെല്ലുവിളി ഏറ്റെടുക്കുകയോ ആ വെല്ലുവിളി നടക്കുകയോ ചെയ്തിട്ടില്ല. എന്നിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യാജ അവകാശവാദം ഉന്നയിക്കുന്നു. ചില മാധ്യമങ്ങൾ അത് ഏറ്റു പറയുന്നു, എന്ത് ഇത് ഫുൾ പ്രൂഫ് ആണെന്ന് തെളിയിച്ചെന്ന്. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളോട് സമ്പത്ത് MP അടക്കം മുമ്പോട്ട് വെച്ചത് തീർച്ചയായും ഇത് പരിശോധിക്കപ്പെടേണ്ടതാണ്, ഇതിൽ വ്യക്തത വരുത്തേണ്ടതാണ്, ഇത് ബോധ്യപ്പെടുത്തേണ്ടതാണ്. പക്ഷേ അപ്പോഴും നമുക്കൊക്കെ, അദ്ദേഹത്തിന് അടക്കം ഉള്ളവർക്ക് ഉള്ള ഒരു കാര്യം ശരിയാണ്, ഇതിനകത്ത് യുക്തിപരമായി ഇതിന് ബോധ്യമാകുന്ന ഒരുപാട് സാഹചര്യങ്ങളും പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്കൽ നിന്നെത്തിയ അനാരോഗ്യ പ്രവണതകളും ഒക്കെ ശരിവെക്കുന്നതാണ്. പക്ഷേ ഇത്രയേറെ കറപ്റ്റഡ് ആയിട്ടുണ്ടോ നമ്മുടെ സിസ്റ്റം? ഇത് മുഴുവൻ അടിമുടി താറുമാറാകുന്ന രീതിയിൽ. കാരണം ആ അർത്ഥത്തിൽ നമ്മൾ ഇത് വിശദീകരിക്കുന്നത് ഒരു പ്രശ്നമുണ്ട്. അതൊരു കാതലായ കാര്യമാണ്. കാരണം ഈ ഷുജയുടെ വ്യക്തത, ഷുജയുടെ സുതാര്യത, ഇതൊക്കെ നാളെ മറിച്ചാണ് എന്ന് ബോധ്യമായാൽ അതിൻ്റെ ഗുണഭോക്താക്കൾ ഈ BJP അടക്കമുള്ള മോദിയായിരിക്കാം, അതിനുള്ള തന്ത്രമായിരിക്കാം. കാരണം
ഹെഡ്ലിയെ കൊണ്ട് ഈ വ്യാജ ഏറ്റുമുട്ടലിൽ മരിച്ച ആൾ ഈ ഞങ്ങളുടെ പക്ഷക്കാരനാണ് എന്നൊക്കെ പറയിപ്പിക്കുന്ന തരത്തിലേക്കുള്ള വീഡിയോ കോൺഫറൻസ് താങ്കൾ ഓർക്കുമല്ലോ. അപ്പോൾ ഇതിൻ്റെ വിശ്വാസ്യതയുള്ള ഒരു സംഭവം ഉയർത്തിക്കൊണ്ട് വന്നിട്ട് ഇതൊന്നുമല്ലാതാക്കി കളയുക എന്ന് പറയുന്നതും ഫാസിസ്റ്റ് തന്ത്രമാണ്. ആ ജാഗ്രത കൂടി നമുക്ക് വേണ്ടേ? അങ്ങനെയെങ്കിൽ സയ്യിദ് ഷുജയെ പിടികൂടി അദ്ദേഹത്തെ നിയമ നടപടിക്ക് വിധേയമാക്കാൻ കഴിയുമല്ലോ. അതാർക്കാണ് കഴിയുക? ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല അത് ചെയ്യേണ്ടത്. ഇത്രയും ഗുരുതരമായ 11 കൊലപാതകങ്ങൾ ആരോപിച്ചു. ആർക്കെതിരെയാണ്? ഗോപിനാഥ് മുണ്ട എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയെ കൊന്നതാണെന്ന് ആരോപിച്ചു. ഒരു മൊത്തം രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയെ അവഹേളിക്കുകയല്ലേ അദ്ദേഹം ചെയ്തത്? അദ്ദേഹത്തെ പിടികൂടി ഇന്ത്യയിലേക്ക് അദ്ദേഹത്തെ എത്ര പ്രതികളെ കൈമാറുന്നു? എന്തുമാത്രം ഭീകരരെ ഇന്ത്യക്ക് കൈമാറിക്കൊടുക്കുന്നു? അത്തരം ആളുകൾക്ക് ഹെഡ്ലിയെ ഇന്ത്യക്ക് വിട്ടുകിട്ടാൻ വേണ്ടി എന്തൊക്കെ ശ്രമം നടത്തി NIA? അവിടെ ചെന്ന് ചോദ്യം ചെയ്തല്ലോ ഹെഡ്ലിയെ. ഈ ചോദ്യം എഴുതി കൊടുത്ത് ഉത്തരം പറയുകയായിരുന്നുവെങ്കിലും ആ തരത്തിലൊരു ശ്രമം നടത്തിയല്ലോ. ഇതൊക്കെ കഴിയുന്ന ഇന്ത്യക്ക് എന്തുകൊണ്ട് ഇദ്ദേഹം പ്രതിയാണെങ്കിൽ? ശരിയാണ്, ഒരുപാട് സംശയങ്ങൾ ബാക്കിയാണ്. പക്ഷേ ആ സംശയത്തിന് ക്ഷമയുടെ വില കൊടുക്കാനാകാത്തത് അത് ജനാധിപത്യമെന്ന നമ്മുടെ ഏറ്റവും കാതലായ അന്തസത്തയിലേക്ക് മുറിവേൽപ്പിക്കുന്നു എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് വളരെ ജാഗ്രതായി എല്ലാ ഭരണകക്ഷികളും എല്ലാ പ്രതിപക്ഷ കക്ഷികളും എല്ലാ ജനതയുടെ ഭാഗമായവരുമൊക്കെ അത് സുതാര്യമാക്കാൻ അല്ലെങ്കിൽ അതിലുള്ള ക്രമക്കേടുകളെ നേരെയാക്കാൻ പ്രവർത്തിക്കേണ്ടതുണ്ട്. കാരണം ജനാധിപത്യം മാത്രമാണ് അവസാനത്തെ വരെ വിമോചനം സാധ്യമാക്കാൻ ഇന്നിപ്പോൾ ഇന്ത്യയിൽ സാധ്യമായ ഒരു മാർഗം എന്നത്. തീർച്ചയായും അത് ഗൗരവത്തോടുകൂടി പരിഗണിക്കുക തന്നെ ചെയ്യണം എന്ന ചോദ്യം ബാക്കിയാക്കിക്കൊണ്ട് ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി.